ഈ ധിക്കാരിയായ ഫറോവയുടെ മുമ്പിലേക്ക് മൂസാ നബി ഹാറൂൻ നബി അലൈഹിസ്സലാം അങ്ങ് ചെന്നപ്പോ നാട്ടുകാർക്കെല്ലാം മറന്നെങ്കിലും ഫിർഔന് മറന്നിട്ടില്ല. ഫിർഔൻ കണ്ട ഉടനെ മൂസയോട് ചോദിച്ചടാ മൂസേ, എടാ ദുഷ്ട, നീ പണ്ട് കിബിത്തിനെ കൊന്നിട്ട് ഓടിയല്ലടാ അല്ലേ? നിന്നെ തേടി തേടി ഞങ്ങൾക്ക് മടുത്തടാ, നീ എവിടെടാ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. എന്ത്? ഹാറൂനും അല്ലാഹുവിന്റെ പ്രവാചകനാണ്. മൂസേ, എന്താ നിന്നെ എല്ലാം പടത്തി നിന്നെ സംരക്ഷിച്ച് വളർത്തി പോറ്റിയ റബ്ബ് അത് ഞാനാണ്. മൂസ പറഞ്ഞു, നീ റബ്ബല്ല, നീ റബ്ബിന്റെ ധിക്കാരിയായ ഒരു അടിമ മാത്രമാണ്, നീ റബ്ബല്ല. ഫിറോൻ ചോദിച്ചു, മൂസേ നീ കളിക്കുകയാണോ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ കളിക്കുകയല്ല, നിന്റെ കളി കാണുകയാണ്. ഞാൻ കളിക്കുകയല്ല, നിന്റെ കളി ഞാൻ കാണാൻ വേണ്ടി പോവുകയാണ്. ഫിറോൻ ചോദിച്ചു, മൂസേ സമാധാനത്തിന് വിഷയം പറയാം, ആ വിഷയം പറയാം, എന്ത് മോശമില്ല. അല്ല, നീ റബ്ബിന്റെ അടിമയാ, പ്രവാചകൻ. അതെ, നിനക്ക് ഞാനില്ലാത്ത റബ്ബുണ്ടെന്നോ? അതെ. എന്താണ് തെളിവ്? എന്താണ് തെളിവ്? തെളിവ് വേണോ? ബിസ്മില്ലാ, ബടി അങ്ങോട്ട് എടുത്ത് താഴെ അങ്ങോട്ട് പിടിച്ച് ബടിയായി. പോരെ നീ നബിയാ? ഇതൊക്കെ മായാജാലങ്ങളാണ്. എന്നിട്ട് ഫിറോന് പറയുന്നു, മൂസ ഞാൻ സമ്മതിക്കല, എന്നെ സമ്മതിച്ചാൽ ഞാനല്ലാത്ത റബ്ബുണ്ടെന്നും ആ റബ്ബിന്റെ പ്രവാചകന്മാരെ നീയും ഹാറൂനാണെന്നും ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ എനിക്ക് എന്ത് തരും, എന്ത് കിട്ടും? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിനക്ക് വലിയ അധികാരം തരാം. ഫിറോൻ പറഞ്ഞു, എന്ത് അധികാരം? ഞാൻ വലിയ പടച്ചവനാ, അതിനായിട്ട് വലിയ അധികാരം വേറെയില്ല. മൂസാ നബി പറഞ്ഞു, ഇപ്പൊ സമ്പത്ത് തരാം. എന്ത് സമ്പത്ത്? സമ്പത്ത് എനിക്ക് പുല്ല, ലക്ഷം ദിനാർ എന്റെ കയ്യിൽ സ്റ്റോക്ക്, സമ്പത്ത് എനിക്ക് വേണ്ട. മൂസാ നബി ആലോചിച്ച്, എന്ത് ഓഫർ ചങ്ങായി കൊടുക്കാം, എന്ത് ഓഫർ കൊടുക്കും? മൂസാ നബി പറഞ്ഞു, നിന്നെ ഞാൻ ബാല്യക്കാരനാക്കാം. ഇപ്പൊ നേരത്തിട്ട് മുടിയെല്ലാം വെളുത്തിട്ട് കവളെല്ലാം ഒട്ടിയിട്ട് ഇപ്പൊ നിൽക്കാം, അതെല്ലാം മായ്ച്ച് നിന്റെ മുടിയെല്ലാം നല്ല കറുപ്പിച്ചിട്ട് നിന്റെ മുഖമെല്ലാം ഒന്ന് വീർപ്പിച്ചിട്ട് നിന്നെ കുട്ടപ്പനാക്കാം. ഇത് കേട്ടപ്പോ ഫിറോന് തോന്നി, ഇത് കൊള്ളാം. അങ്ങനെ ഉണ്ടല്ലോ, നമുക്കെല്ലാം ബാല്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പെണ്ണുങ്ങളാണെങ്കിലും അങ്ങനെ ആണെങ്കിലും എല്ലാവർക്കും ബാല്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫിറോൻ ചിന്തിച്ച് എന്നെ ബാല്യക്കാരനാക്കും, അത് നല്ല ഓഫറാണല്ലോ. അങ്ങനെ പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ഇച്ച മൈസൂർക്ക് പോയി, നിങ്ങൾക്കറിയോ ബാല്യക്കാരനാക്കിയത്? മൈസൂർക്ക് പോയി, പഴയകാലം. അങ്ങനെ മൈസൂർ പോയി നോക്കുമ്പോൾ വലിയ ബിൽഡിംഗ് എല്ലാം കാണുന്നു. ഇപ്പൊ നമ്മളെ ബാക്കിയുള്ള ബിൽഡിംഗ് ഉണ്ട്, പണ്ടില്ല. മൈസൂർ ബിൽഡിംഗ് കാണും. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ ഈ ലിഫ്റ്റ് ഫസ്റ്റ് ഇറങ്ങിയ കാലം, അങ്ങനെ ഇയാൾ ഇങ്ങനെ നോക്കുമ്പോ ഒരു ബോക്സ് താഴേക്ക് വന്ന് ഒരു വയസ്സൻ കാക്ക അതിൽ കേറി, അത് മേലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോ ബാല്യക്കാരൻ, പോയ തൊണ്ടന് വന്ന ബാല്യക്കാരൻ. ഇയാൾ ഇങ്ങനെ നോക്കുമ്പോ ഒരു തൊണ്ടി, ഒരു കിളരി കേറി, ലിഫ്റ്റ് മേൽപോട്ട് പൊന്തി താഴോട്ട് വന്നപ്പോ ബാല്യക്കാരൻ, പോയ തൊണ്ടി വന്ന ബാല്യക്കാരൻ. ഇയാൾ ചിന്തിച്ച്, ഈ ബോക്സിന് കേറിയിട്ട് മോൾക്ക് പോയെങ്കിൽ വരുമ്പോ ബാല്യക്കാരാണ്. അങ്ങനെ അയാൾ ചിന്തിച്ചെന്തെന്നറിയോ? ഒന്ന് എനിക്ക് ഭാര്യ ക്ലാസ് എന്താണെന്നറിയോ? നമ്മളെ ഓള് ഭാര്യക്കാരത്തിയാണോ? അല്ലേ? അതെല്ലാവരും മനസ്സിലാഗ്രഹം. ഏത് തൊണ്ടനാണെന്ന് ഇരിക്കുന്ന അങ്ങനെ എന്റെ ഓള് ഒന്ന് കാണുമ്പോ നാലാൾ നോക്കുന്ന രൂപത്തിലാണോ എന്നാഗ്രഹം അല്ലേ? എന്നെ പോലെ ഇയാൾ ചിന്തിച്ച് എനിക്കൊന്ന് ഓളെ കുറഞ്ഞ് ഭാര്യക്കാരത്തിയാക്കണം മുന്നേ നമുക്ക് നോക്കാം. അങ്ങനെ ഇയാൾ എന്താക്കുന്നറിയോ? നാട്ടിലേക്ക് വണ്ടി കയറി ഓളോട് ചെല്ലിതാ, നീ ബുർക്ക ഇട്, നീ മൈസൂരിലേക്ക് ഞാൻ മൈസൂരിലേക്ക് വരുന്നില്ല. എന്തേ? ഞാൻ വന്നെങ്കിൽ ബസ്സിൽ കാറി ഞാൻ ഇല്ല, നീ പേടിക്കണ്ട, നാരങ്ങ കയ്യിൽ കുടിച്ചോ, കാറണ്ട, നീ ബാ.
അല്ല നീ ഏണേ നിന്നെ ഭാര്യക്കാരത്തിയാക്കണ ആടൊരു വലിയ ബിൽഡിംഗ് കിട്ടണേ, അതിലൊരു പെട്ടി കിട്ടണേ. ആ പെട്ടിയിൽ കേറിയിട്ട് മേലോട്ട് പോയെങ്കിൽ വരുമ്പോ താഴോട്ട് വരുമ്പോ ഭാര്യക്കാരത്തിയാക്കണേ. അപ്പൊ ഓള് ചെല്ലി അത് ഞാൻ വരാം, എനിക്ക് കുറെ പായ ചൂടുകാറുണ്ട്, അതെല്ലാം ഇടാലോ ഭാര്യക്കാരത്തിയായിട്ടാ. അങ്ങനെ ഇയാള് ബസ് കയറി നാരങ്ങ വാങ്ങി മണപ്പിച്ചുകൊണ്ട് കാറി പോണ്ടാലോ, ഭാര്യക്കാരത്തെ നമുക്ക് കയറാൻ പാടില്ല. അങ്ങനെ മണപ്പിച്ചുകൊണ്ട് മൈസൂരിലേക്ക് വന്നു. അങ്ങനെ ബസ് കയറി മൈസൂർ സ്റ്റാൻഡിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് ഈ ലോഡ്ജിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ റിക്ഷ പിടിക്കണം. അങ്ങനെ ഓട്ടോ റിക്ഷ പിടിച്ച് ഈ ആദ്യം കണ്ട ലോഡ്ജിന്റെ ഭാഗത്തേക്ക് ഇയാൾ പോയി. ഓളയും കൂട്ടി പോകുമ്പോ ഓളി ചെല്ലി നമുക്ക് എന്താക്കാന്നറിയോ, ആ കൊട എടുത്തോളാം. ഏത് കൊട? ആ ഒരു വളഞ്ഞ കാലിന്റെ കൊടയുണ്ട്, അതെടുത്തോളാം. അതെന്തിന്? അതിന്റെ കാലം നേരെ പെണ്ണുങ്ങൾ അവർക്ക് കൂടുതൽ കൊടിയെടുത്ത് വന്ന് ചുരുക്കി പറഞ്ഞ റിക്ഷ അങ്ങോട്ട് കയറി ഈ ലിഫ്റ്റ് കണ്ട ആ ലോഡ്ജിന്റെ ഭാഗത്തേക്ക് പോയി. ലിഫ്റ്റ് താഴെ വന്നിട്ടുണ്ട്. ഓളോട് ചെല്ലി നീ കേറണേ, ബുർക്ക വേണം മാറ്റിക്കോ, ഭാര്യക്കാരത്തി പോന്നല്ലേ. അങ്ങനെ പോയി ലിഫ്റ്റിൽ കയറി. അല്പം കഴിഞ്ഞപ്പോ ലിഫ്റ്റ് ഡോർ അങ്ങ് ഓഫായി. ലിഫ്റ്റ് മേൽപോട്ട് പൊന്തി 6ാം നിലക്ക് എത്തിയപ്പോ വാച്ച്മാനി ഈമാനെ പിടിച്ചാടെ. ഇത് കളിക്കാനുള്ള സംഭവമല്ല, ഇത് കാര്യത്തിലുള്ള. 6ാം നിലക്ക് എത്തിയപ്പോ ഈമാനെ പിടിച്ച് ഇയാള് താഴെ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുക. എന്റെ ഓളിപ്പോ വരും, എന്റെ ഓളിങ്ങനെ വരും ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോ ലിഫ്റ്റ് താഴെത്തി. ലിഫ്റ്റ് അങ്ങ് ഓപ്പൺ ആയപ്പോ സുബ്ഹാനല്ലാഹ്, ഇതൊരു പെണ്ണുണ്ട്, വെള്ളക്കാരത്തിയായ പെണ്ണ്. ജീൻസ് പാന്റും ടീ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഇപ്പിക്കട്ടും നല്ലൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി ലിഫ്റ്റിൽ നിന്ന് ഓപ്പണായി ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോ ഇയാള് പോയിട്ട് മോളെ നീ ഇത്ര ചന്തായി പോയോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊക്കെ പറഞ്ഞു. ഇംഗ്ലീഷിൽ പറഞ്ഞു. ഏതാവട്ടെ ഇയാള് കെട്ടിപ്പിടിച്ച് അങ്ങനെ അവസാനം അവൾ തട്ടിയിട്ട് അവളെ പാട്ടിന് പോയി. ഇഞ്ഞ 6ാം നിലക്ക് ബാക്കി. അങ്ങനെ കുറെ കഴിഞ്ഞ് പോയിട്ട് തേടി പിടിച്ചോണ്ട് വന്നത് വേറെ വിഷയം. അങ്ങനെ ബാല്യക്കാരാവാനുള്ള വലിയ കൊസിയുടെ കാര്യമാണ്. പെണ്ണുങ്ങൾക്കാണ് എത്ര വയസ്സായെങ്കിലും മംഗളത്തിമാവ് പട്ടൊക്കെ ചുരുട്ടിയിട്ട് എന്ത് കാണുമ്പോൾ ഒരു ബാല്യക്കാരത്തിയാണോ? അതെല്ലാവർക്കും ആഗ്രഹം. അങ്ങനെ ഫിറോനോട് പറഞ്ഞപ്പോ ഫിറോൻ പറഞ്ഞു ഇത് നല്ല ഓഫറാ, എന്റെ ബാല്യക്കാരനാക്കോ. നീ മൂസേ നീ ഇന്ന് പോ നാളെ വാ, ഇന്ന് പോ നാളെ വാ. അങ്ങനെ മൂസ ഹാറൂൻ നബിയുമായി കുറച്ചും കഴിഞ്ഞപ്പോ നമ്മളെ മന്ത്രി ആമാൻ അങ്ങോട്ട് വന്നു ചോദിച്ചു, പ്രഭു എന്തായി നീ അറിഞ്ഞിട്ടില്ല? നമ്മളെ മോശേ കൊന്നിട്ടില്ല. അത് ഓനിപ്പോ നബിയാല, ഹാറൂൻ നബിയാല. ഇത് കേട്ട് ആമാന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് പ്രഭു പറ്റി? പിന്നെ ഓന്റെ കയ്യിലൊരു ബടിയുണ്ട്. ആ ബടിയിട്ടപ്പോ പാമ്പ് കൈ ഇങ്ങനെ ഇത് കേട്ട മന്ത്രി ആമാൻ പറയുന്നു, പ്രിയപ്പെട്ട പ്രഭു ഇത് മായാജാലമാണ്, കൺകെട്ടി വിദ്യയാണ്, ജാദുവാണ്. ഈ ജാദു കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു പോയോ? ഇത് മൂസയുടെ കൺകെട്ടാണ്, മൂസയുടെ ജാദുവാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിച്ചു പോയോ? എന്തൊരു മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കൂട്ടുന്നത്? അല്ല പാമ്പ് ഞാൻ കണ്ടു പേടിച്ചിട്ട് അല്ല, ഇത് മായാജാലമാണ്, കൺകെട്ടി വിദ്യയാണ്. അതുകൊണ്ട് ഇനിയെങ്കാലും മൂസ ഇങ്ങോട്ട് വന്നാൽ മൂസയോട് പറയണം എന്ത്? ഒരു കൺകെട്ടി വിദ്യ, ഒരു ജാദു മത്സരം നടത്താൻ ഒരു മാച്ച്. ആരല്ലോ? മൂസ നബിയും ഹാറൂൻ നബിയും പിന്നെ ഫിർഔന്റെ ഒരുപാട് ജാദുക്കളായ, ഇന്നലെ കണക്ക് നോക്കിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ജാദുക്കളായ പണ്ഡിതന്മാർ, ജാദു കാണിക്കുന്ന മായാജാലം കാണിക്കുന്ന പണ്ഡിതന്മാർ, അവരൊക്കെ വിളിച്ചിട്ട് ഒരു മത്സരം തയ്യാറുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ പിറ്റേ ദിവസം മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാം അങ്ങോട്ട് വന്നപ്പോ ഫിറോൻ പറഞ്ഞു, മൂസേ നിന്റെ ജാദു എനിക്ക് മനസ്സിലായി, നിന്റെ കൺകെട്ടി വിദ്യ എനിക്ക് മനസ്സിലായി, അതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. അതുകൊണ്ട് മൂസയെ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു, ഒരു മായാജാല, ഒരു ജാദു മത്സരത്തിന് തയ്യാറുണ്ടോ? എന്റെ അനുയായികൾ ജാദു പണ്ഡിതന്മാർ നീയുമായിട്ട്.
മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഓക്കേ റെഡി മായാജാലം കാണാൻ. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഒരു ഡേറ്റ് ഫിക്സ് ആക്കി, ഒരു സമയ സ്ഥലം ഉറപ്പിച്ചു. എന്നിട്ട് മായാജാലം കാണാൻ ആ ലക്ഷങ്ങളെ വിളിച്ചു. മൂസാ നബിന്റെയും ഹാറൂൻ നബിന്റെയും ജാദു പണ്ഡിതന്മാരുടെയും മായാജാലം. അങ്ങനെ സുബ്ഹാനല്ലാഹ് ജാദു പണ്ഡിതന്മാർ, നൂറുകണക്കിന് പണ്ഡിതന്മാർ, അവർ കൊള്ളിക്കഷ്ണങ്ങളും കയറുകളും വള്ളികളും കല്ലുകളും ഇങ്ങനെ ലോഡ് കൊണ്ടങ്ങ് സ്റ്റേജിൽ ഇറക്കി. വിശാലമായ സ്റ്റേജ്, 4 ഭാഗത്ത് നോക്കിയാലും കാണാൻ പറ്റിയ ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ പണ്ഡിതന്മാരെ കൊണ്ടിരുത്തി. അല്ല ഫിർഔൻ വന്നിരുന്നു, അല്ല ആമാൻ വന്നിരുന്നു, അല്ല നേതാക്കന്മാരൊക്കെ ഇരുന്നു. നോക്കുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കാണുന്നില്ല, ഹാറൂൻ നബിയെ കാണുന്നില്ല. ഇത് ലക്ഷങ്ങൾ ആ മായാജാലം കാണാൻ വേണ്ടി വരികയായി. മായാജാലം കാണാൻ ജനം കൂട്ടമായി വരില്ലേ, മാന്ത്രിക പണ്ഡിതർ ഒരു മായാജാലം കാണാൻ ആ രാജ്യത്തിന്റെ പല ദിക്കുകളിലായിക്കൊണ്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ്, പെണ്ണ് ചെറുത് വലുത്, അതാ മൈതാനിലേക്ക് ഒഴുകുകയാണ്, മൈതാനിലേക്ക് വരികയാണ് ഈ മായാജാലം കാണാൻ. രാജാവാകുന്ന ഫിർഔനും തന്റെ ആഭ്യന്തര മന്ത്രിയുടെ നേതാക്കന്മാർ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ആ സ്റ്റേജില് കല്ലുകളും കൊള്ളിക്കട്ടങ്ങളും വള്ളിക്കട്ടങ്ങളും മരക്കട്ടങ്ങളുമായി ജാദു പണ്ഡിതന്മാർ അണിനിരന്നിട്ടുണ്ട്. ലോഡുകണക്കിന് കല്ലുകൾ അണിനിരത്തിയിട്ടുണ്ട്. സമയമാകാറായി 10:05, 10:10 ആരംഭിക്കേണ്ടത്. പക്ഷേ മൂസാ നബിയെ കാണുന്നില്ല, ഹാറൂൻ നബിയെ കാണുന്നില്ല. അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ജനങ്ങളൊക്കെ. മൂസാ നബിയെ അനുകൂലിക്കുന്ന മുസ്ലിങ്ങൾക്ക് അല്ലാണ്ട് വിഷമമാണ്. റബ്ബേ, എന്ത് സംഭവിച്ചു പോയി മൂസാ നബിക്ക്, എന്ത് സംഭവിച്ചു പോയി ഹാറൂൻ നബിക്ക്? അവരെ കാണുന്നില്ല.
അവരെ ലോഡ് കണക്കിന് കല്ലുകളോ കൊള്ളികളോ മരക്കഷ്ണങ്ങളോ ഒന്നുമില്ല, അവരെ കാണുന്നില്ല. അങ്ങനെ 10:06 അതാ വരുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം. അവരുടെ കയ്യിൽ കല്ലുകളോ കൊള്ളികളോ ഒന്നില്ല, വെറും ഒരു വടി കഷ്ണം മാത്രം. ആ വടി മാത്രം പിടിച്ചുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം അതാ രണ്ടുപേരും അതാ വരുകയാണ്. ജനലക്ഷങ്ങൾ മൂസാ നബിയെ സ്നേഹിക്കുന്ന മനസ്സിൽ ഉൾക്കൊള്ളുന്നവര് മൂസാ നബിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതേ സമയത്ത് ഫിറഔന്റെ കിങ്കരന്മാര് കൂക്കി വിളിക്കുകയാണ് മൂസാ നബിയെ, കൂക്കി വിളിക്കുകയാണ് ഹാറൂൻ നബിയെ. അവരെ കണ്ടപ്പോൾ കൈയടിച്ചുകൊണ്ട് പരീക്ഷിക്കുകയാണ്. ഇവിടെ മൂസയെ കുഴിച്ചു മൂടപ്പെടാൻ വേണ്ടി പോകുന്നു, ഹാറൂനെ കുഴിച്ചു മൂടപ്പെടാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അട്ടാക്ഷിക്കുകയാണ് ഫിറഔന്റെ കിങ്കരന്മാർ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും രണ്ടുപേരും അതാ വരികയാണ്. വന്ന് സ്റ്റേജിലേക്ക് എത്തി. സ്റ്റേജിലേക്ക് എത്തിയപ്പോ ഈ പണ്ഡിതന്മാർ കിടന്നുപോലെ സീറ്റ് മൂസാ നബി അലൈഹിസ്സലാമിനും ഹാറൂൻ നബിക്ക് കൊടുത്തു. എന്നിട്ട് ഫിർഔൻ പറഞ്ഞു, മൂസ തുടങ്ങിക്കോ, നിന്റെ ജാദു സ്റ്റാർട്ട് ആയിക്കോ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിന്റെ അനുയായികൾ സ്റ്റാർട്ട് ആക്കട്ടെ, നിന്റെ അനുയായികൾ തുടങ്ങട്ടെ. ഫിറഔൻ പറഞ്ഞു, സ്റ്റാർട്ട് ആരംഭിച്ചോ. ഇത് കേട്ട ഉടനെ ഒരു പണ്ഡിതൻ ഒരു ചെറിയ വള്ളി കഷ്ണം എടുത്തിട്ട് എന്ന് പറഞ്ഞു പാമ്പ്. മറ്റൊരുത്തിന് വലിയൊരു കാറെടുത്തിട്ട് വലിയ മൂർഖം പാമ്പ്. മറ്റൊരുത്തൻ ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് മറ്റൊരുത്തൻ ഒരു വടിക്കഷ്ണം എടുത്ത് സിംഹം. മറ്റൊരുത്തൻ ചെറിയൊരു കല്ലെടുത്ത് പൂച്ച. അങ്ങനെ സിംഹങ്ങളും പൂച്ചകളും നെരികളും പാമ്പുകളും തേളുകളും അവർ കൊണ്ടുവന്ന ലോഡ് കണക്കിന് കല്ലുകളെയും വള്ളികളെയും അവർ മരക്കഷ്ണങ്ങളെയും കൊള്ളികളെയും പാമ്പുകളും ആനകളും കുറുക്കങ്ങളും പൂച്ചകളുമാക്കിയിട്ട് ആ മൈതാനത്തിന്റെ മുൻഭാഗത്ത് ഇങ്ങനെ പരക്കം പായുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ഗ്രൗണ്ടിന്റെ മുൻഭാഗം മുഴുവനും ഇവര് പാമ്പുകളും തേളുകളും സിംഹങ്ങളും പൂച്ചകളും നായ്ക്കളുമായിട്ട് ജാദുവായിട്ട് ഇങ്ങനെ പരക്കുകയാണ്. അപ്പോഴേക്ക് ഖുർആൻ പറയുന്നു, ഖുർആൻ പറയാണ്, ഈ രംഗം ഇങ്ങനെ കണ്ടപ്പോ മൂസാ നബി പേടിച്ചു പോയി. റബ്ബേ, എന്ത് സംഭവിക്കും അല്ലാഹ്? പാമ്പുകളും പൂച്ചകളും നായ്കളും ഇറക്കുന്ന കിയാമത്തിന്റെ വരെ മങ്കികളും പായുന്നു, കൂക്കുന്നു, തുള്ളുന്നു, മാന്തുന്നു, വല്ലാണ്ട് കളി. ഈ രംഗമെല്ലാം കണ്ടപ്പോ മൂസാ നബിയുടെ മനസ്സിൽ പേടിയായി. സംഭവിക്കും റബ്ബേ, എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത് പടച്ചവനെ എന്ന് മൂസാ നബി പേടിച്ചപ്പോ അല്ലാഹ് പറയുന്നു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഹ്ലാ. മൂസാ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളാണ് വിജയി. മൂസാ, അല്ലാഹ് പറഞ്ഞു, നല്ല പറയുക. ഞാൻ മൂസയോട് പറഞ്ഞു, മൂസാ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളാണ് വിജയി. അങ്ങനെ ഇവന്റെ എല്ലാ ജാദു ഇറക്കിയപ്പോ മഹാനായ റബ്ബ് തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, യാ മൂസാ വഅൽഖി മാ ഫീ യമീനിക്. മൂസാ, നിങ്ങളെ വലതു കൈയിലുള്ള വടിയെ അങ്ങ് താഴെ ഇടൂ. മൂസാ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൽപ്പന കിട്ടിയപ്പോൾ അതാ മൂസാ നബി എന്ത് ചെയ്തു? യുഗയാണ് ഫൗറദിലും അവിടമിലോടി നിന്നവരും സകലരും മരണനിടനായി. ഭീമസർപ്പമതോ യുഗയാണ് ഫൗറദിലും അവിടമിലോടി നിന്നവരും സകലരും മരണനിടനായി. മന്ദം മതേ കണ്ടിട്ടുകൾ അതിനുടെ
സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം റബ്ബിന്റെ കൽപ്പന കയ്യിലുള്ള വടി താഴെയിട്ടു. മൂസ ബിസ്മില്ലത്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ആ വടി അങ്ങ് താഴെയിട്ടപ്പോൾ ഭീമസർപ്പമദോ ഇഴയുകയാണ് ഫൗറദിലോ അബിഡമിൽ നോക്കി നിന്നവരോ സകലരും അമ്പരന്നിടല. മൂസാ നബി ആ ബിസ്മില്ലത്തുകൊണ്ട് ആ വടി അങ്ങ് താഴെയിട്ടപ്പോഴേക്കാണ് സുബ്ഹാനല്ലാഹ് ഒരു വലിയ ഷർഫ്, അതിന്റെ കണ്ണുകൾ തീപന്തമാവുകയാണ്, അതിന്റെ സിന്നുകൾ വിഷമിങ്ങനെ ചീറ്റുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പാമ്പ് ആ ഗ്രൗണ്ടിൽ കിടക്കുന്ന ആനകളെയും പൂച്ചകളെയും സിംഹങ്ങളെയും നായ്ക്കളെയും മങ്കിമാരെയും പാമ്പുകളെയും തേളുകളെയും എന്ന് വേണ്ട എന്തെല്ലാം ജന്തുജാലങ്ങളുണ്ടോ ആ മുഴുവൻ ജാലങ്ങളെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ പാമ്പ് കറ 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 എന്ന് പറഞ്ഞുകൊണ്ട് തിന്നുകയാണ്. അത് മുഴുവനും പള്ളിയിലേക്ക് പോവുകയാണ്. മൂസാ നബിന്റെ പാമ്പ് ഇവരെ പാമ്പുകളെയും തേളുകളെയും സിംഹങ്ങളെയും മൃഗങ്ങളെയും മുഴുവനും മൂസാ നബിന്റെ പാമ്പ് സെക്കൻഡ് വെച്ചുകൊണ്ട് അതാ പള്ളിയിലാക്കുകയാണ്. പള്ളിയിലാക്കിയെന്ന് മാത്രമല്ല, ആ പാമ്പ് ഇങ്ങനെ കറങ്ങുകയാണ്. എല്ലാം തീർന്നിരിക്കുന്നു. അതാ പാമ്പ് വരുകയാണ് സ്റ്റേജിലേക്ക് പാമ്പ് അങ്ങോട്ട് കയറിയപ്പോ മന്ത്രി ആമാൻ അവിടെ നിന്ന് അങ്ങോട്ട് ചാടിയപ്പോ ഫിറഔന് ചാടാൻ നോക്കി, പക്ഷേ പാമ്പ് വിട്ടില്ല. പാമ്പ് ഫിറഔന്റെ ബാക്കിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ഫിറഔൻ മോളിൽ ഫാൻ കറങ്ങുന്നത് പോലെ താഴെ ഫിറഔൻ ഇങ്ങനെ കറങ്ങുന്നു. മൂസാ നബിന്റെ പാമ്പ് ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ ഇങ്ങോട്ട് ഓടുകയാണ്. അങ്ങനെ ഓടുന്നു. മൂസാ പിടിച്ചിരു മൂസാ നബി അലൈഹിസ്സലാം പിടിച്ചില്ല. ഇങ്ങനെ കറക്കുകയാണ് സ്റ്റേജിലിട്ട്. ഒരു പാമ്പ് സ്റ്റേജിലിട്ട് കറക്കുകയാണ്. അവസാനം മൂസാ നബി നോക്കുമ്പോ ഫിറഔന്റെ പാന്റിന്റെ ബാക്കിൽ മഞ്ഞ കളർ കണ്ട് ഓടിയ ഓട്ടത്തിൽ ബാക്കിൽ മഞ്ഞ കളറാ. ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് പാമ്പിനെ പിടിച്ച് ഇവിടെ നാർന്ന് വേണ്ടെന്ന് മനസ്സിലാക്കി. പിടിച്ചപ്പോ ബടിയായി. ഇത് കണ്ട ഫിറൗന എന്താ അപ്പോഴേക്കാണ് ഇതുവരെ ഇവിടെ ജാദു സംഘടിപ്പിച്ച ഈ പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു സത്യം മൂസയുടേതാണ്, അല്ലാഹു ഉണ്ട് എന്നും ആ അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ് ഇവരാണ് എന്നും ഞങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അതാ ജാദു പണ്ഡിതന്മാരിൽ നിന്ന് നല്ലൊരു ശതമാനം മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചു. ഇതുവരെ ഇവിടെ സർക്കസ് കാണിച്ച ജാദു കാണിച്ച പണ്ഡിതന്മാർ മൂസാ നബി അലൈഹിസ്സലാമിലും ഹാറൂൻ നബി അലൈഹിസ്സലാമിലും വിശ്വസിച്ചപ്പോ ധിക്കാരിയായ ഫറോവക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ധിക്കാരിയായ ഫറോവ അവിടുത്തെ പട്ടാളക്കാരോട് പറഞ്ഞു, അവരെ പിടിക്കോ, അവരെ പിടിച്ചുകൊണ്ട് കൊല ചെയ്യുക. അങ്ങനെ ആ പണ്ഡിതന്മാരെ പിടിച്ചിട്ട് കഴുത്തറുത്തിട്ട് കൊന്നു, കൈയും കാലുകളും വെവ്വേറെയാക്കിയിട്ട് കൊന്നു. എന്തിനേറെ കൈയും കാലും മുറിച്ചിട്ട് തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് ആ പണ്ഡിതന്മാരെ കൊന്നു. അവർ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു പോയതിന്റെ പേരിൽ. അതാണ് അധികാരി, അതാണ് ഈ സമുദായം സഹിക്കേണ്ടി വന്ന യാതനകൾ. പഴയ കാലത്ത് ആ ബനി ഇസ്രായേൽക്കാർ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ചില്ലറയല്ല. അത് നോക്കുമ്പോൾ നമ്മളത് യാതനകളല്ല, നമ്മളത് പ്രശ്നങ്ങളെ അല്ല. ആ അധികാരിയായ ഫറോവ ആ പണ്ഡിതന്മാരെ തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് ഒരു കൊലപ്പെടുത്തുകയുണ്ടായി. പക്ഷേ അതുകൊണ്ടൊന്നും പിടിച്ചു കെട്ടാൻ ആ അധികാരികളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഫിർഔന്റെ കൊട്ടാരത്തിൽ പണിക്കാരത്തിയായ ഒരു വേലക്കാരത്തി പെണ്ണ് എന്തോ പണി ചെയ്യുമ്പോ അവൾ മനസ്സുകൊണ്ട് മൂസാ നബി വിശ്വസിച്ച മുസ്ലിമായ പെൺകുട്ടിയായിരുന്നു. എന്തോ മനസ്സുകൊണ്ട് അയാൾ ആ പെൺകുട്ടി മല്ലേ എന്തൊരു പണിയെടുക്കുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു പോയി. ഇത് അടുത്തുള്ള പണിക്കാരൻ കേട്ടു. ധിക്കാരിയായ ഫിർഔനോട് പറഞ്ഞു. അപ്പോഴേക്ക് ഫിർഔന്റെ കൽപ്പന ഇതാ വരുന്നു. നിസ്മിനെ വെള്ളാട്ടിയും ഏതോ ഫീലതിൽ ബിസ്മില്ലാ അത് കേട്ടവരാരോ ഫറോവയിലറിയിച്ച് ഇവരവനത് സഹിച്ചില്ല, ഇവരവനത് സഹിച്ചില്ല. തന്റെ പാടന്മാരെ കൊണ്ട് സദസിത്തം മതിക്കൊരു മാറ്റം വരുന്നില്ല. തന്നെ മനസ്സിൽ കുരു
കൊല്ലാനും അടിച്ചില്ല. ഓരോ അവയവം കുത്തിമുറിച്ചിട്ടും ശിക്ഷ കൊടുത്തല്ലോ ഫിർഔനേ. വിരിയുമ്പോൾ പൊട്ടിച്ചിരിച്ചിട്ടും ആഹ്ലാദവും കൊള്ളുമാ ദുഷ്ടർ, ആഹ്ലാദവും കൊള്ളുമാ ദുഷ്ടർ. വിശ്വാസികളുടെ മരണക്കൂടിയായത് ജനരുടെ ധീരാരോധനം കേൾക്കാനവിടമിടമിടാരേ, കേൾക്കാനവിടമിടമിടാരേ. ഇസ്മിനെ വെള്ളാടിയും ചൊല്ലി ഏതോ തീരത്തിൽ ബിസ്മില്ലാ. അത് കേട്ടവരാരോ ഫറോവയെ അറിയിച്ചേ, അവനത് സഹിച്ചില്ല, അവനത് സഹിച്ചില്ല. പട്ടാളക്കാരോട് പറഞ്ഞു അവളെ പിടിച്ചിറക്കി, അവളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവൾ മൂസയെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ അവളെ പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ കൊന്നുകളയുക. ആ വെള്ളാട്ടി പെൺകുട്ടിയെ കൊട്ടാരത്ത് വലിച്ചങ്ങോട്ടിറക്കി. എന്നിട്ട് പറഞ്ഞു, നീ പിന്തിരിയണം പെണ്ണെ. അവൾ പറഞ്ഞു, അല്ലാഹു അഹദ്, ഞാൻ പിന്തിരിയാൻ തയ്യാറല്ല. നിങ്ങൾക്ക് എന്റെ കൈകൾ മുറിച്ചു മാറ്റാൻ കഴിഞ്ഞേക്കാം, എന്റെ കാലുകൾ മുറിഞ്ഞു മാറ്റാൻ കഴിഞ്ഞേക്കാം, എന്നെ നിങ്ങൾ കൊല ചെയ്യാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എന്റെ ഹൃദയത്തിലുള്ള വിശ്വാസത്തെ മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല മക്കളെ എന്ന് ആ വെള്ളാട്ടി പെണ്ണ് പ്രഖ്യാപിച്ചപ്പോ, പ്രഖ്യാപിച്ചപ്പോഴേക്കാണ് 2 മക്കളുണ്ട് ആ വെള്ളാട്ടിക്ക്. 4 വയസ്സുള്ള ഒരു ആൺകുട്ടി, 1.5 വയസ്സുള്ള ഒരു ആൺകുട്ടി. ഈ 2 കുട്ടികളെയും പിടിച്ചുകൊണ്ട് വരുന്നു ആ പട്ടാളക്കാർ. എന്നിട്ട് 4 വയസ്സുള്ള പൈതലാ മകനെ ഉമ്മയുടെ മാർബിടത്തിൽ അങ്ങോട്ട് കിടത്തി. എന്നിട്ട് അധികാരികൾ പറഞ്ഞു, കടി നീ പിന്തിരിക്കണം, അല്ലെങ്കിൽ നിന്റെ മകനെ കൊന്നുകളയും. ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് സാധിച്ചേക്കാം, പക്ഷേ എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ 4 വയസ്സുള്ള മകനെ തന്റെ ഉമ്മയുടെ മാർബിടത്തിൽ വെച്ചുകൊണ്ട് അധികാരികൾ കൊന്നുകളഞ്ഞു. പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കൊണ്ടുവന്നു 1.5 വയസ്സുള്ള മകനെ. എന്നിട്ട് ഉമ്മയുടെ മാർബിടത്തിൽ കിടത്തി. ആ മാർബിടത്തിൽ കിടത്തിയപ്പോ ആ 1.5 വയസ്സുള്ള മകൻ ചിന്തിച്ചത്, എനിക്ക് മുലപ്പാൽ തരാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നെ ഉമ്മ ഇവിടെ കിടത്തിയെന്നാണ്. എന്നിട്ട് ആ കുട്ടി ഉമ്മയുടെ മാറത്തേക്ക് മുഖമൊരുക്കുകയാണ് മുലപ്പാലിന് വേണ്ടി. അപ്പോഴേക്കും ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, നിന്റെ വിഷമങ്ങളും വേദനയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ഒരു മുക്കുട് മുലപ്പാൽ തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല മോനെ. അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ ആഖിറത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ആ ഉമ്മ മകനോട് അവസാന ആഗ്രഹം പറയുകയാണ്. അപ്പോഴേക്ക് ധിക്കാരികൾ പറഞ്ഞു, കടി പെണ്ണെ, നീ പിന്തിരിക്കണം, അല്ലെങ്കിൽ നിന്റെ ഈ മകനെ കൊല്ലും. നിങ്ങൾക്കതിന് കഴിഞ്ഞേക്കാം, കൊന്നോളൂ. അല്ലാഹു അഹദ്, എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ 1.5 വയസ്സുള്ള മകനെയും ആ അധികാരികൾ ഉമ്മയുടെ മാർബിടത്തിലിട്ടിട്ട് കൊലപ്പെടുത്തി. പിന്തിരിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നീട് ആ പ്രിയപ്പെട്ട സഹോദരിയെ കൈകൾ വേറെ കാലുകൾ വേറെ മുറിച്ചിട്ട് ആ അധികാരികൾ കൊന്നു, പക്ഷേ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഒന്നല്ല, 100കണക്കിന് ഇറങ്ങിയവയാണ്. പക്ഷേ അതൊന്നും വകവെക്കാതെ രാജ്യത്തിന്റെ പല ഭാഗത്തായിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിലും ഹാറൂൻ നബി അലൈഹിസ്സലാമിലും വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നേറുകയാണ്. അപ്പോഴേക്കാണ് അത്ഭുതം സൃഷ്ടിക്കുന്നു. എന്ത്? ആസിയ ബീബി റളിയല്ലാഹു അൻഹ അതാ ഫിർഔന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് സഹാദത്ത് പ്രഖ്യാപിക്കുകയാണ്. ആരാധിക്കാൻ അർഹൻ അല്ലാഹു മാത്രമാണ് എന്നും ആ അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ് മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ ആസിയ ബീബി റളിയല്ലാഹു അൻഹ തയ്യാറായി. ഇത് കേട്ട ധിക്കാരിയായ ഫറോവ അതാ വരുന്നു. ആസിയ ബീവിയുടെ മുടിക്കെട്ടങ്ങോട്ട് പിടിക്കുന്നു. ആസിയയെ കൊട്ടാരത്ത് വലിച്ചങ്ങോട്ട് വലിച്ചെറിയുന്നു. എന്നിട്ട് ക്രൂരമായി മർദ്ദിക്കാൻ വേണ്ടി പറയുന്നു. ആ മർദ്ദനം നിങ്ങളെ കൺമുമ്പിലേക്ക് വരും. ആസിയ ബീബി റളിയല്ലാഹു അൻഹ ആക്രമിക്കപ്പെടുകയാണ്, അടിക്കുകയാണ്, ഇടിക്കുകയാണ്, പിച്ചുകയാണ്, ചീന്തുകയാണ്, ചവിട്ടുകയാണ്.
ആസിയ ബീബി റളിയല്ലാഹു അൻഹ വളരെ വിഷമത്തോടെ എല്ലാം റബ്ബിന് വേണ്ടി ക്ഷയിക്കുകയാണ്. ആസിയ നീ പിന്തിരിക്കണം. ആസിയ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല, മക്കളെ അതെനിക്ക് സാധ്യമല്ല, നിങ്ങൾക്ക് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല, അല്ലാഹു തആലയിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഉച്ചൈസ്രം പ്രഖ്യാപിച്ചപ്പോ ധിക്കാരിയായ ഫറോവ ചൊല്ലി, അവളെ പിന്തിരിപ്പിക്കൂ അല്ലെങ്കിൽ കൊന്നുകളയൂ. ആസിയ റളിയല്ലാഹു അൻഹയെ ചുട്ടൊരു മണൽരാരുണ്യത്തിൽ മലർത്തിക്കിടത്തി അരയിൽ അരക്കേറ് പോലുമില്ലാതെ വെറും നഗ്നിയായിട്ട് ഒരു കട്ടൻ തുണി പോലുമില്ലാതെ ആസിയ ബീബി റളിയല്ലാഹു അൻഹയെ മലർത്തിക്കിടത്തിയ അധികാരികൾ. എന്നിട്ട് ആസിയ ബീബിന്റെ കൈകളെ മലർത്തി വെച്ച് രണ്ട് കൈയിലേക്ക് മാണിയടിക്കപ്പെട്ടു. ബീബി ആസിയ റളിയല്ലാഹു അൻഹ ആരാണ്? ആസിയ ഫറോവയുടെ ഭാര്യയാണ്. ആസിയ ബീബി റളിയല്ലാഹു അൻഹ ആ തന്റെ ഭാര്യയെ പോലും ആ അധികാരി വിട്ടില്ല. ആ മലർത്തി കിടത്തിയിട്ട് രണ്ട് കൈയിലേക്ക് ആണിയടിക്കപ്പെട്ടു, അനങ്ങാൻ സമ്മതിച്ചില്ല. രണ്ട് കാലിലേക്ക് ആണിയടിക്കപ്പെട്ടു, അനങ്ങാൻ സമ്മതിച്ചില്ല. ആസിയ റളിയല്ലാഹു അൻഹയെ മലർത്തി കിടത്തി ക്രൂരമായി മർദ്ദിക്കുവാൻ തുടങ്ങി. ആസിയ പിന്തിരിയാൻ തയ്യാറായില്ല. അപ്പോഴേക്കാണ് അവസാനമായിട്ട് വലിയ ഇരുമ്പിന്റെ ഒലക്ക പോലുള്ള പൈപ്പുകളിൽ ചൂടാക്കിയിട്ട് ആ തിളക്കുന്ന ചുവന്ന ആ ഇരുമ്പിന്റെ പൈപ്പിനെ ആസിയ റളിയല്ലാഹു അൻഹയുടെ മൂത്രദ്വാരത്തിൽ കൂടി ചവിട്ടി കയറ്റുകയാണ്. ആസിയ റളിയല്ലാഹു അൻഹ അനങ്ങാൻ കഴിയുന്നില്ല, കാലനക്കാൻ കഴിയുന്നില്ല, കൈയനക്കാൻ കഴിയുന്നില്ല. ആസിയ റളിയല്ലാഹു അൻഹ മലർത്തപ്പെട്ടിരിക്കുന്നു. ആസിയയുടെ മുൻദ്വാരത്തിൽ കൂടി ആ ചുവന്ന ആ ഇരുമ്പിന്റെ പൈപ്പ് അങ്ങ് ചവിട്ടി കയറ്റിയപ്പോ ആസിയ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ ദുആ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇതുവരെ എല്ലാം സഹിച്ച ആസിയ ബീബി റളിയല്ലാഹു അൻഹ അവസാനമായി റബ്ബിനോട് പറയുന്നു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിബീൻ. ആസിയ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോടായി പറയുന്നു, റബ്ബേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്, അതുകൊണ്ട് നജ്ജിനി നീ രക്ഷപ്പെടുത്തണം റബ്ബേ. ഇവന്റെ കൊട്ടാര കൊത്തളങ്ങൾ എനിക്ക് ആവശ്യമില്ല അല്ലാഹ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ സ്വർഗീയ ലോകത്തൊരു കൊട്ടാരം നീ എനിക്ക് താ അല്ലാഹ്. ഇവന്റെ കൊട്ടാരം, ഇവന്റെ സുഖ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട റബ്ബേ. എനിക്ക് നിന്റെ സ്വർഗീയ ലോകത്തൊരു കൊട്ടാരം നീ താ അല്ലാഹ്. വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ ധിക്കാരിയായ ഫറോവയും അവന്റെ കിങ്കരന്മാരും കാട്ടിക്കൂട്ടുന്ന ഈ ക്രൂരമായ മർദ്ദനങ്ങൾ, ഈ അക്രമങ്ങൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. ഇവന്റെ അക്രമത്തിൽ നിന്ന് എനിക്കൊരു മോചനം താ അല്ലാഹ്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്, എനിക്കൊരു മോചനം താ റബ്ബേ എന്ന് മഹാരഥിയായ ആസിയ റളിയല്ലാഹു അൻഹ അങ്ങ് റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല പിടിക്കാൻ തീരുമാനിച്ചു. റൂഹ് പിടിക്കാൻ തീരുമാനിച്ചു. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. ആസിയ ബീബിക്ക് റബ്ബ് തആല സ്വർഗീയ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ സ്കെച്ചുമായി അതിന്റെ ഫോട്ടോവുമായി അതാ പറയുന്നു, ആസിയ റബ്ബ് തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ച കൊട്ടാരം ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ സ്വർഗീയ കൊട്ടാരത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അസ്റായീൽ അതാ റൂഹിനെ പിടിച്ചു. അല്ലാഹു അഹദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആസിയ റളിയല്ലാഹു അൻഹ വഫാത്തായി പോയി. ഇത് ഒരു ആസിയാന്റെ കാര്യം മാത്രമല്ല, നൂറുകണക്കിന് ആമിനമാർ ആക്രമിക്കപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയുന്നു, ആസിയ ബീബിയുടെ കഥയായി പറഞ്ഞത് പ്രേമത്തിന്റെയും സ്നേഹത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒന്ന് പഠിക്കണം. ആസിയ ബീബിയെ കുറിച്ചിട്ട് കൊട്ടാരമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, പട്ടാളമുണ്ടായിരുന്നു, ഭാര്യ രാജാവായിരുന്നു. അതൊന്നും എനിക്ക് വേണ്ട. എന്റെ
റബ്ബാണ് എനിക്ക് വേണ്ടത്, എന്റെ ദീനാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞ ആസിയ ബീബിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന ആസിയമാരെ, നബീഷമാരെ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഇതൊരു ആസിയാന്റെ മാത്രം കഥകളല്ല, നൂറുകണക്കിന് ആക്രമിക്കപ്പെടുകയാണ്. അള്ളാഹു തീരുമാനിച്ചു ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂല. അള്ളാഹു തആല തീരുമാനിച്ചു ഇവനെ പിടിക്കണം. ഈ ധിക്കാരിയായ ഫറോവയെ പിടിക്കാൻ തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് ഇനിയാണ് ആ ഇസ്രായേൽ വനിതകളുടെ മോചനം നിങ്ങളെ കൺമുമ്പിലേക്ക് വരുന്നു. ഇസ്രായേലിന്റെ മോചനം എങ്ങനെയാണ് അത് നിങ്ങൾക്ക് അറിയണം. ഒന്ന് രണ്ട് സാധനങ്ങൾ ലേലം വിളിക്കാൻ പെട്ടെന്ന് വിളിച്ചെടുക്കണം. വിളിച്ചെടുത്തിട്ട് നമുക്ക് ആ രംഗം ഒന്ന് നിങ്ങളെ കണ്ണുകൊണ്ട് കാണണം. നമ്മളൊക്കെ എന്താ ചെയ്തത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, എന്ത് നേടി, എന്ത് ത്യാഗങ്ങൾ നാം സഹിച്ചത്, ഒന്നും നാം സഹിച്ചിട്ടില്ല. അവരപേക്ഷിക്കുമ്പോൾ നാം ഒന്നും ചെയ്തിട്ടില്ല. അല്ലാഹു നമുക്ക് അവരെ കൂടെ സ്വർഗ്ഗം തരട്ടെ. ആമീൻ. ആദ്യത്തെ മാങ്ങ പൊളിച്ചേല അല്ല മാങ്ങ ബിസ്മില്ലാ. ഇത് നാടൻ മാങ്ങ, ആ നാട്ടിലെ വിളിക്ക്. എത്ര നമ്മളെ ഇന്നലത്തെ അസ്റാജ് വന്നിട്ടില്ല, അതുകൊണ്ട് വിളിക്കട്ടെ. അല്ലാഹുവേ മഹാന്മാരായ സ്വഹാബുൽ ബദരീങ്ങളെ കാവൽ നൽകണം അല്ലാഹ്. ആമീൻ. 313 കൊടുക്കട്ടെ. 313 ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 313 രൂപ. ഇന്നലെ വിളിച്ച ആളല്ലേ? അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അല്ലൊരു ഓറഞ്ച് വിളിക്ക്. അത് 313. അൽഹംദുലില്ലാ വീണ്ടും ഇതും വിളിച്ചിരിക്കുന്നു. 313 രൂപ. അയാളെ ഈ വിളിക്കാനും പൈസകളെ കൊണ്ട് ആരെ കൊണ്ടാവേല. അതിന് ഹദ് വേണം. ഈ ഹദ് എന്ന് പറഞ്ഞ ബേക്കറി സാമാന്യമല്ല. പിന്നെ മഹാന്മാരെ സ്നേഹിക്കണം, മഹാന്മാരെ അങ്ങോട്ട് സ്നേഹിക്കണം. അങ്ങനത്തെ ആൾക്ക് വിളിക്കാൻ കഴിയുള്ളൂ, എല്ലാവർക്കും അത് കഴിയല. ഇപ്പൊ ഞമ്മക്ക് എന്റെ പൈസ കുറവാ, ഹല്ലില്ലാത്തതുകൊണ്ട് വിളിക്കാൻ പറ്റുന്നില്ല. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. പൈസ ഇപ്പൊ എന്താക്കി? 2-3 കൊല്ലായി കൊറോണ വന്നിട്ട് എത്ര പൈസ ആക്കി, എത്ര പൈസ പോയി. 313 1 2 2.5 അയാൾ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതാണ്. അവിടുന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായി. 313 രൂപ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ അൽഹംദുലില്ലാ നമ്മുടെ അമീദ് ഉസ്താദ് ഞങ്ങൾ വന്നപ്പോ ഇന്നലെ അയാളെ നിർബന്ധിച്ച് പുരക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. പുരക്കെല്ലാം പോയി നാഷ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അൽഹംദുലില്ലാ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെ മക്കൾ അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹുവേ ആ സംഭാവന സ്വീകരിക്കണം അല്ലാഹ്. ദീർഘായുസ്സ് ആഫിയത്ത് അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിച്ചുപോയ കുടുംബങ്ങൾക്ക് സുഖം നൽകണേ അല്ലാഹ്. ഇത് 313 അൽഹംദുലില്ലാ. വീണ്ടും അയാൾ തന്നെ വിളിക്കുന്നു. 313 രൂപ. 313 രൂപ. 313 രൂപ. 313 രൂപ. 2 ബദരീകളെ സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് അല്ലാഹ്. നീ ബദരീങ്ങളെ കാവൽ നൽകണം അല്ലാഹ്. മരിച്ചുപോയ കുടുംബങ്ങളെ ഖബർ സ്വർഗ്ഗപൂരിതമാക്കണേ അല്ലാഹ്. എല്ലാ പ്രവൃത്തികളും ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. 313 1 313 2 ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 313 രൂപ. 3 അയാൾ തിരിച്ചു വന്നു. ജ്യൂസ് കായ്. എന്റെ പേര് എനിക്ക് ഉസ്താദ് പറഞ്ഞ ജ്യൂസ് കായ്. വിളിക്ക്. പെണ്ണുങ്ങൾ കുറെ ദൂരായി, പല ഊർ വിളിക്കെട്ടിയായി. എത്ര 313 ജ്യൂസ് കായ്ക്കും അയാൾ തന്നെ വിളിക്കുന്നു. 313 രൂപ.
അതാണ് ആസിയ ബീവിന്റെ ചരിത്രം ഇങ്ങനെ കേട്ടപ്പോൾ വല്ലാണ്ട് ബേജാറായി അല്ലേ പക്ഷെ ആസിയ ബീബി റളിയല്ലാഹു അൻഹ ജീവൻ കൊടുത്തപ്പോ നമ്മളോട് ജീവൻ കൊടുക്കാൻ വേണ്ടി പറയുന്നില്ല. ഒരു തുച്ഛമായ സംഭാവന അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ നമുക്കത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? പക്ഷെ ഇല്ലായിരിക്കില്ല. എല്ലാരും പറഞ്ഞൊരു കാലാവസ്ഥ അങ്ങനെയാണ്. സാമ്പത്തികമായി എല്ലാം തകർന്നിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാം ഐശ്വര്യം വർദ്ധിപ്പിക്കുമാറാകട്ടെ. എല്ലാ ബിസിനസ്സിലും അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ. ആരെയും കുറ്റം പറയുന്നില്ല. സാമ്പത്തികം എല്ലാവരും തകർച്ചയിലാണ്. അതുകൊണ്ടായിരിക്കാം വിളിക്കാത്തത് മനസ്സിലാക്കുന്നു. 313 റുപ്പിക. ഇലാഹി സല്ലിമിൽ നുമ്മാ മിനൽ ആഫാതി വൻ ഇഖ്മാ വമിൻ ഹമ്മി വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വീണ്ടും അയാൾ വിളിക്കുന്നു. 313. ആരുണ്ടാ ആരും കൂട്ടാനുണ്ടോ? അയാളെ മടക്കണം. ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 വലിയ ബത്തക്ക. ഇന്നലെ 1500 രൂപക്ക് പോയിട്ട് തിരിച്ചു വന്നതാ. ഇതാ വിളിച്ചു. ബിസ്മില്ലാഹ്. ഇല്യാസ് അൽഹംദുലില്ലാഹ്. 1313 റുപ്പിക വിളിക്കുന്നു. ബത്തങ്കായിക്ക് 1313. നിങ്ങളെ ഒന്നും അനങ്ങാൻ വിടുന്നില്ല അയാള്. അൽഹംദുലില്ലാഹ്. നിങ്ങളെ ഇരുന്നേരത്തിന് ഇരിക്കണം. നിങ്ങളെ അനക്കണ്ട തീരുമാനിച്ചിരിക്കും. 1,500 റുപ്പിക അത് മനസ്സിൽ വെച്ചോളി. ഞാൻ 1,500 വിളിക്കുന്നു. ഇല്യാസൊക്കെ പറയുന്നു മനസ്സിൽ വെച്ചോളി. 2000 എന്റെ വക. ഞാൻ വിളിക്കുന്നു 2000 റുപ്പിക. 2100 കൊണ്ടുപോകും. 2200 റുപ്പിക അത് മനസ്സിലിരിക്കട്ടെ. 2500. അല്ലാഹു അക്ബർ. 2500 ഉണ്ടാരെങ്കിലും 2800 റുപ്പിക. 3000 റുപ്പിക. അല്ലാഹു അക്ബർ. 3000 റുപ്പിക. 3000. 3100. 3200. 3500. അല്ലാഹു അക്ബർ. 3500 റുപ്പിക. ഇപ്പാണ് മുറിയത്. 3500. 3600 റുപ്പിക. نتواصل بالحباب والبتول المستطاب. نتواصل بالحباب والبتول المستطاب والنبي ثم الصحابة فعسى بعبادابا. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا ربي صلي وسلم. 3600 റുപ്പിക. 700 റുപ്പിക. 3700 റുപ്പിക. 3800 റുപ്പിക. 3900 റുപ്പിക. 3900. 4000 റുപ്പിക. അല്ലാഹു അക്ബർ. 4100 റുപ്പിക. മാഷാ അല്ലാഹ്. അല്ലാഹുവേ ആസിയ ബീബി റളിയല്ലാഹു അൻഹ കടന്ന സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വിശിഷ്യ വിളിച്ചെടുക്കുന്നവരുടെ ആത്മാർത്ഥത അല്ലാഹുവേ ബദർ സ്വഹാബികൾക്ക് നൽകിയ പ്രതിഫലം അവരെ സംഭാവനക്ക് നൽകണം അല്ലാഹ്. ആമീൻ. എത്ര വിളിച്ചാൽ 4000 റുപ്പിക. 4100 റുപ്പിക. 4200 റുപ്പിക. അങ്ങനെ വിടുന്നില്ല. 4200 റുപ്പിക.
4200 ഈ ഇടതുഭാഗത്ത് നിന്ന് ആരും വിളിക്കുന്ന ആൾക്കാരുണ്ടാ? 4200 ഒന്ന് കൊടുക്കട്ടെ. രണ്ടേ ആളുള്ളൂ, ഒരാൾ മുണ്ടാണ്ട് തീർന്ന 4200 4200 ഒന്ന്, 4200 രണ്ട്, 4200 രണ്ടര, 4200 രണ്ടേ മുക്കാൽ ഇറക്കാല് 1 1 2 2 രണ്ടേ മുക്കാൽ 4200 അൽഹംദുലില്ലാഹ്. യാക്കൂബ്, അത് അയ്യൂബ് അല്ലേ? യാക്കൂബ്, ഇല്യാസ്, ആ രണ്ട് പ്രവാചകന്മാരാണ്. അൽഹംദുലില്ലാഹ്, ആ പ്രവാചകന്മാരെ പേര് അതാ വിളിക്കുന്നു. 1000 ഉറുപ്പിക മറ്റേ ബച്ചങ്കായി 1000 ഉറുപ്പിക. ഈ ഭാഗത്തുനിന്ന് വണ്ടിക്കൊള്ളി എന്തിങ്ങനെ 1000 ഉറുപ്പിക. ഒരു 10 ആളൊക്കെ ടൈക്കോളി വിളിച്ചോളി, ഞാൻ വെച്ചോളാം, ഡിക്കി വെച്ചാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം, വിളിക്കുന്നു. 1000 ഉറുപ്പിക, 1100 ഉറുപ്പിക. അൽഹംദുലില്ലാഹ്. ഞാൻ നമ്മളെ നോക്കുകയായിരുന്നു സിറാജിനെ. അൽഹംദുലില്ലാഹ്, 1100 ഉറുപ്പിക. 1100 കുറച്ചും ചെറുത് മാത്രം. 1100 ഉറുപ്പിക ഒന്ന് കൊടുക്കട്ടെ. സമയമായി പോയി. 1100 ഉറുപ്പിക രണ്ട്. ആ ഇസ്രായേൽ വനിതകളുടെ രോദനം നിങ്ങളെ കൺമുമ്പിലേക്ക് വരുന്നു. അവരെ മോചിപ്പിക്കണ്ടേ? മോചിപ്പിക്കണം. അല്ലാഹു അവനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. ആ രംഗം നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണണം. 1100 ഉറുപ്പിക ഒന്ന്, 2 2 രണ്ടേ മുക്കാൽ ഇറക്കാല് 1 1100 ഉറുപ്പിക 3. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എല്ലാവർക്കും വിളിക്കാൻ സഹായിച്ച, വിളിക്കാൻ ശബ്ദിച്ച രണ്ടാപ്പിൾ തീർക്കാൻ വേണ്ടി 313. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ കാവലാകണേ അല്ലാഹ്. 313 വലിയൊരു സ്നേഹിയാണ് ബദരീങ്ങളെ. അതേ പേരാണ് വിളിക്കുള്ളൂ. ആ 313 അതിനപ്പുറം എത്രയും വിട്ടുകൊടുക്കാത്ത മനുഷ്യനാണ്. അല്ലാഹു തആല ആഫിയത്ത് നൽകട്ടെ, സുഖം നൽകട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു നമ്മളെ അവരെ കുടുംബങ്ങളിൽ നമ്മളെ കുടുംബങ്ങളെ സലാമത്താക്കുമാറാകട്ടെ. ആമീൻ. 313 നിർത്താണ്. 1 313 ഇല്ലേ? 313 ഉറുപ്പിക 2. ഇതാ ബിസ്മില്ലാ 313 ഉറുപ്പിക 3. വീണ്ടും 313 ഉറുപ്പിക 313 ഉറുപ്പിക. അല്ലാഹുവേ നീ കാവലാകണേ. 1 2 നിങ്ങൾ പാക്ക് കൊടുത്തനാക്ക. ഇതാ 3 ബിസ്മില്ലാ 313 ഉറുപ്പിക. നമുക്ക് വലിയ പണി കുറയും. പണേ കുറേ കൂക്കിയിട്ട് ആരും ഉണ്ടതില്ല. 313 1 313 2 വേഗം തീരണമെന്ന് എല്ലാവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ കഥ നടക്കുള്ളൂ. ആരും വിളിക്കില്ല. 313 ഉറുപ്പിക 1 1 1 2 2 ബിസ്മില്ലാ 3. സാധനങ്ങൾ വിളിക്കാൻ സാധനങ്ങൾ കൊണ്ടുവന്നവർ, ലേലം വിളിച്ചെടുത്തവർ, ലേലം വിളിക്കാൻ സഹകരിച്ചവർ, അല്ലാഹുവേ എല്ലാവരെയും നീ കാവൽ നൽകണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഇനി ആധികാരിയായ ഫറോവയെ അല്ലാഹു തആല പിടിക്കാൻ തീരുമാനിക്കുകയാണ്. ഈജിപ്തിന്റെ പല ഭാഗത്തുമായി കൊണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾ ഈ സമുദായത്തിനു നേരെ അഴിച്ചുവിട്ടപ്പോ അത് അല്ലാഹു തആല പിടിക്കുന്നു അധികാരികളെ. എങ്ങനെ എന്നുകൂടി കണ്ടോളൂ. ഈജിപ്തിൻ കൊടുങ്കാറ്റിൻതാലാണല്ലോ പ്രളയം വന്നല്ലോ സർവം നാശത്തിന്റെ വക്കീലേറ്റീട്ടും ജനങ്ങൾ ചത്തിട്ടും മിസ്രായല്ലോ. ഈജിപ്തിൻ കൊടുങ്കാറ്റിൻതാലാണല്ലോ പ്രളയം വന്നല്ലോ സർവം
നാശത്തിന്റെ വക്കീലെത്തിയിട്ടും ജനങ്ങൾ ചത്തിട്ടും മിസ്റാകെ ഹുസ്നായല്ലോ അവരിലായ ഫിർഔനോടവർ ചൊല്ലി അവിടെ നിന്നായി ദുരിതം മാറ്റുവാനോ വെള്ളി എനിക്കത് കഴിയില്ലെന്നും മറുപടി അവൻ നൽകി മൂസയിൽ ജനരും വേദന ചൊല്ലി ചെയ്തു മനമൊരുങ്ങി തേടിയിടലായി വെള്ളപ്പൊക്കം ഉടയവനുടനടി തട കൊടുത്തത് വഴി എല്ലാരും സന്തോഷിച്ചേ അതിലാരും മീനായില്ല പക്ഷേ അല്ലാഹു തആല പിടിക്കാൻ തീരുമാനിച്ചു ഈജിപ്തിനെ. എങ്ങനെ? അല്ലാഹു തആല പേമാരി ഇറക്കി. പേമാരി അങ്ങോട്ട് വന്നു. വെള്ളപ്പൊക്കമുണ്ടായി ഈജിപ്തിൽ. എവിടെ വെള്ളപ്പൊക്കം? ബനി ഇസ്രായേൽക്കാർ എവിടെയുണ്ടോ അവിടെ വെള്ളപ്പൊക്കമില്ല. കിബിത്തികൾ ഫിറഔന്റെ കിങ്കരന്മാർ എവിടെയുണ്ടോ അവിടെ വെള്ളപ്പൊക്കം. അതും അല്ലാഹുവിനക്ക് അറിയാം. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ഉണക്കിന്റെ കൂടെ പച്ചയും കത്തുമെന്ന്. പച്ച കത്തിക്കാതെ അല്ലാഹുക്കറിയാം. ഈജിപ്തിൽ വെള്ളപ്പൊക്കം പേമാരി എവിടെ? കിബിത്തികൾ എവിടെയുണ്ടോ അവിടെ വെള്ളപ്പൊക്കം. ബനി ഇസ്രായേൽക്കാർ എവിടെയുണ്ടോ അവിടെ വെള്ളപ്പൊക്കമില്ല. അങ്ങനെ വെള്ളപ്പൊക്കം ആഴ്ചകളോളം നീണ്ടു നിന്ന് കന്നുകാലികൾ ചത്തൊടുങ്ങുവാൻ തുടങ്ങി എന്ന് മാത്രമല്ല കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടായി. എല്ലാ ജന്തുക്കളും വെള്ളത്തിലങ്ങ് ഒഴുകി കളിക്കുക. കുടിക്കാൻ വെള്ളമില്ല. എല്ലാരും പോയിട്ട് ഫിറഔനോട് പറഞ്ഞു, ഫിറഔനേ ഒന്ന് പടച്ചോനെ വലിയ പടച്ചോനല്ലേ ഒന്ന് പേമാരി മാറ്റിത്തരണം. ഫിറഔന് കൈമലർത്തിയപ്പോ അവർ ഓടി മൂസാ നബിയുടെ കാൽക്കീഴിലേക്ക്. മൂസാ നബിയോട് ആവലാതിപ്പെട്ടപ്പോ മൂസാ നബി ദുആ ചെയ്തു, റബ്ബേ നീ മാറ്റിക്കൊടുക്കണം അല്ലാഹു തആല മാറ്റിക്കൊടുത്തു. പക്ഷേ ആ അധികാരികൾ അതിൽ നിന്നും പാഠം പഠിക്കാൻ തയ്യാറായില്ല. അപ്പോഴേക്ക് അവർ വീണ്ടും അല്ലാഹു തആല ഇറക്കി. എന്ത്? ഈ പ്രളയത്തിൽ സലാമത്തായി രക്ഷപ്പെട്ട ഇവരിലേക്ക് അല്ലാഹു തആല ഇറക്കിയ ഒരു അദാബുണ്ട്. എന്ത്? തവളക്ക് എന്താ പറയുന്നത്? കുളത്തിലല്ല, പുഴയിലല്ല, പിന്നെ ബെഡ്റൂമിൽ കപ്പേ, ചോറ് കൊണ്ടുവച്ചെങ്കിൽ അതിലും കപ്പേ, കറി വേണമെങ്കിൽ അതിലും കപ്പേ, ഒന്ന് മാങ്ങ മുറിച്ചെങ്കിൽ അതിലും കപ്പേ, പൊണ്ടം കൊത്തിയാൽ അതിലും കപ്പേ കൊണ്ട് കളി. നോക്കിയാലും കപ്പേ. പോയിട്ട് ഫിറഔനോട് പറഞ്ഞു, രാജാവേ ഒന്ന് മാറ്റിത്തരണം. ഫിറഔൻ പറഞ്ഞു, ഞാൻ ബടാ പടച്ചോൻ എന്റെ പണിയല്ല. കഴിഞ്ഞില്ല. പോയിട്ട് മൂസാ നബിയോട് ചൊല്ലി. മൂസാ നബി ദുആ ചെയ്തു. കപ്പ ശല്യം അങ്ങോട്ട് മാറി. ഈ വഞ്ചകർ വീണ്ടും വഞ്ചിച്ചു. അല്ലാഹു തആല വീണ്ടും കൊടുത്തു ഒരു അദാബ്. എന്ത് പേന്? ഇപ്പൊ പെണ്ണുങ്ങൾ തലയിൽ കാണുന്നില്ല. ആ പേരിൽ മൂത്ത പേന്. എല്ലാവർക്കും പേന്. കിടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ചോറിലും കറിയിലും ഒക്കെ പേന് എന്ന് മാത്രല്ല, ആ പേന് കഴിച്ചെങ്കിൽ ഖിയാമത്തിന്റെ ചൊറിയൽ മാന്തിട്ട് കൈതള മാന്തി വല്ലാണ്ട് ചൊറിച്ചൽ മാന്നില്ല. കടിയോട് കടി. പോയിട്ട് ഫിറഔനോട് ചൊല്ലി മാറ്റി തരണം. അങ്ങനെയുണ്ടല്ലോ കടി. ഈ ചൊറിയൊക്കെ വന്നാൽ അതിന് സബൂർ നടക്കൂല. അതുകൊണ്ട് ഞങ്ങളാ ഭാഗത്ത് ഒരു കാക്ക ഒരു പെഞ്ഞായി. അങ്ങനെ ഈ കാക്കാക്ക് ഒരു സൂക്കേടുണ്ട്. എന്താണെന്നറിയോ? ഈ കയ്യിൽ ഒരു പുതുക്കട് പൊതിച്ചോറി. അയാൾ എപ്പോഴും ഇങ്ങനെ ഇയാളെ പണിയാ. ഈമാക്ക് ഇയാളെ പെഞ്ഞായിക്ക് ഒരു പണിയുണ്ട്. എന്താണെന്നറിയോ? ഈമാന്റെ കണ്ണിൽ എപ്പോഴും ഇങ്ങനെ പീള വരും. അങ്ങനെ ഈമാൻ ഈ പീള ഇങ്ങനെ എടുത്തിട്ട് എപ്പോഴും ഈമാന്റെ ഇങ്ങനെ ഇയാളാണെങ്കിൽ കുഫുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം ഈമാന്റെ അനിയത്തിന്റെ മോക്കൊരു മംഗലായപ്പോ ഈ മാപ്പിളയോട് ചൊല്ലി, ഞമ്മക്ക് നമ്മളെ മോളെ മംഗലത്തിന് ഒരു 3 മുന്നേ വന്നിന്, ഞമ്മക്ക് 2 മുന്നേ പോണം. ഓന് ചൊല്ലി, 2 മുന്നേ പോയിട്ട് അന്ന് എന്നെ നിന്റെ ഒക്കെ ഞാൻ വരുന്നില്ല. അതെന്താ? നിനക്ക് വേറെ മാപ്പിള ഉണ്ടാ? അല്ല, നിനക്ക് വേറെ മാപ്പിള കൊണ്ടല്ല, പിന്നെ നീ എപ്പോ പോകുമ്പോ ഇങ്ങനെ ആയിക്കോളും. അത് എനിക്ക് ഏസിക്ക് ബോറാ. അപ്പൊ ഓള് ചൊല്ലി, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അതെനിക്ക് ബോറാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, മുമ്പത്തൊന്നും പോകുന്നില്ല, അന്ന് എന്നെ കാലിലെ പോവാം. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്ത്? മംഗലത്തിന് ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ആടെ പോയിട്ട് മംഗലം കഴിഞ്ഞിട്ട് തിരിച്ച് ഇടുക്കെത്തോളം നീ
ഇങ്ങനെ ആക്കാന് കയ്യേല. ഓള് ചൊല്ലി ഓക്കെ ഓക്കെ. പിന്നെ ഒരു ഡിമാൻഡ് അങ്ങോട്ടുണ്ട്. എന്ത്? മംഗലത്തിന് പോയിട്ട് വന്നിട്ട് ഈടുക്കെത്തുവോ നിങ്ങോ ഇങ്ങനെ ആക്കാന് കയ്യേല. ഓക്കെ ഓക്കെ. അങ്ങനെ ചുരുക്കി പറയാം. മംഗല ദിവസം അങ്ങോട്ട് വന്ന് കുളിച്ച് റെഡിയായി ഡ്രസ്സെല്ലാം മാറ്റിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഈ എന്താക്കി കൊറേ കൊട്ടി. ഇനി പോയിട്ട് ബരുവോളം കൊട്ടാൻ കഴിയില്ലല്ലോ. അഡ്വാൻസ് ആയിട്ട് കൊറേ ഇയാള് കൊറേ അഡ്വാൻസ് ആയിട്ട് മാന്തി. അങ്ങനെ പോകുന്ന മംഗലത്തിന്റെ പേർക്ക് അങ്ങനെ പോയി ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നിട്ട് പോകുന്നതിലെന്നറിയോ ഈ തോട്ടത്തിന്റെ ഇടയിലെ കൂടി വാഴകള് കവുങ്ങുകളൊക്കെ ഉള്ള തോട്ടത്തിന്റെ ഇടയിലെ കൂടി ഇങ്ങനെ പോകണം. അങ്ങനെ ഈ ഇയാള് മുമ്പിൽ ബാക്കിൽ പോകുമ്പോ ഇയാൾക്കാണെങ്കിൽ ചൊറിയാൻ പിടിച്ചിട്ട് കഴിയുന്നില്ല. ചൊറിക്കെന്ത് ഡിമാൻഡ്, ഇത് വല്ലാണ്ട് ചൊറിയുന്നുണ്ട് ഇയാള്. ഇങ്ങനൊക്കെ ഈമാക്കാണെങ്കിൽ പെറുക്ക് പോയിട്ട് വീള വന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇവ ഇങ്ങനെയൊക്കെ ഡിമാൻഡ് അല്ലേ. അവസാനം ഇങ്ങനെ വാഴത്തോട്ടത്തിൽ കൂടി വയക്കാന്റെ കൊല ഇങ്ങനെ പൊത്തിട്ടുണ്ട്. ബാളക്കൊല. അങ്ങനെ ഈ വാദന്റെ കൊലയിലെ വയക്കൊലയുള്ള നേന്ത്രങ്കായി കൊലച്ച് തോട്ടത്തിൽ ഇങ്ങനെ നടന്നിട്ട് പോകുന്നു. ഇയാൾക്ക് മാന്താൻ പിടിച്ച് കഴിയുന്നില്ല. ഇയാളെന്താക്കിയെന്നറിയോ? ഓളെ വിളിച്ച് കുഞ്ഞാമിന, ഓളെ പേര് കുഞ്ഞാമിന നോക്കണേ. അതിനാ ഓരോരു ബാള ഇത്രക്കുണ്ട്, ഓരോരു ബാള ഇത്രക്കുണ്ട്, ഓരോരു ബാള ഇത്രക്കുണ്ട്. 4 മാന്തല് ബാളനെ. അപ്പൊ ഈ ഈമാന്റെ കാര്യം അങ്ങനെ മാന്തല് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഫിറോവിന്റെ ധിക്കാരികൾക്ക് വല്ലാണ്ട് മാന്തലാണ്. മാന്തി സഹിക്കാൻ കഴിയുന്നില്ല. പോയിട്ട് ഫിറോവിനോട് പറഞ്ഞു ഒന്ന് മാറ്റിത്തരണം. ഫിറോ കൈമലർത്തി. അപ്പോഴേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ ഒന്നിങ്ങ് മാറ്റിത്തരണം മൂസാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവരങ്ങ് പറഞ്ഞപ്പോ അതാ മൂസാ നബി ദുആ ചെയ്തു. അല്ലാഹു തആല മാറ്റി കൊടുത്തു. അവർ വഞ്ചിച്ചു മൂസാ നബിയെ. മൂസാ നബി അവർ വഞ്ചിച്ചു എന്ന് മാത്രമല്ല വീണ്ടും അല്ലാഹു ഇറക്കി ഒരു ബലാൽ. എന്താണ് ആ ബലാൽ എന്ന് കൂടി കേട്ടോളൂ. കുടിക്കുവാനവരെടുത്ത വെള്ളം അടുത്ത് നോക്കിയാൽ ലഭിക്കും വാസന അസരകരവുമേ. അതിയതിലളിടുകിലതിൽ വെളിച്ചമുഴമെടുത്തു മാറ്റിടുകേ. രക്തമേ കൊടുകൂടി പ്രജകളുമേ അകതുടെ വിടത്ത് പലവിധമേ. കുടിക്കുവാനവരിടുത്ത വെള്ളമുഴുവ വർണ്ണവും മുഴ നിറമതമടു നോക്കിയാൽ ലഭിക്കും വാസന അസരകരവുമേ. അതിയതിലളിടുകിലതിൽ വെളിച്ചമുഴമെടുത്ത് മാറ്റിടുകേ. രക്തമേ കൊടുകൂടി പ്രജകളുമേ അകതുടെ വിപരീത പലവിധമേ. മുകൾ വലുതാ തിരഞ്ഞുവാളുകൾ തെളിഞ്ഞുവാവുകൾ വരോവരാജനി പറഞ്ഞു ജലവലവിറമികൾ മാറ്റിടുവാൻ. പ്രജകളും കരഞ്ഞു കേട്ടിയും ജനങ്ങൾ അവനവിനാശനായിടുകേ. മുഴുവനും ഒരു രീതിയിൽ വരാ. കുടിക്കുവാനവരുടെ വെള്ളവും ചുവ വർണ്ണവും മുഴ നിറമതിലടു നോക്കിയാൽ ലഭിക്കും വാസന അസരകരവുമേ. അതിലളിടുകിലതിൽ വെളിച്ചമുഴമെടുത്ത് മാറ്റിടുകേ. രക്തമേ കൊടുകൂടി പ്രജകളുമേ അകതുടെ വിപരീത പലവിധമേ. അല്ലാഹു തആല വീണ്ടും മെർക്കരി ബലാൽ. എന്താ ബലാൽ എന്നറിയോ? കിണറുണ്ട്, നല്ല വെള്ളം. അവർ കോരി നോക്കുമ്പോ വെള്ളം ചുവപ്പ് കളർ. അതേ കിണറിൽ നിന്ന് ബനി ഇസ്രായേൽ കോരിയാൽ ഒരു പ്രശ്നവുമില്ല. കിബിത്തികൾ കോരിയാൽ ചുവപ്പ് കളർ. അത് ഒഴിച്ചിട്ട് കുളത്തിലേക്ക് പോയി നല്ല പ്യൂർ വെള്ളം കോരിയെടുക്കും ചുവപ്പ്. അതേ വെള്ളം ബനി ഇസ്രായേൽ എടുത്താൽ പ്രശ്നമില്ല. അത് മറിച്ചിട്ട് പുഴക്ക് പോയി നല്ല വെള്ളം കോരിയെടുക്കുമ്പോ ചുവപ്പ്. അത് ഒഴിച്ചിട്ട് വലിയ പുഴക്ക് പോയി അവിടെ നിന്നും കോരിയെടുക്കുമ്പോ ചുവപ്പ്.
എനിക്ക് ചോപ്പ് കുടിച്ചറ എന്ന് മനസ്സിലായി കുടിക്കാൻ വേണ്ടി പോകുമ്പോ ചോരന്റെ സ്മെല്ല്, കുടിക്കാൻ വെള്ളമില്ല. ആഴ്ചകളോളം വെള്ളമില്ലാതെ നട്ടം തിരുന്നു കിങ്കരന്മാർ. അവസാനം പോയിട്ട് ഫിർഔനോട് പറഞ്ഞു വെള്ളത്തിന്റെ കളർ മാറ്റി തരണം. ഫിർഔൻ കൈമലർത്തി. അപ്പോഴേക്ക് അവര് വന്നു മൂസാ നബിന്റെ മുമ്പിലേക്ക്. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, നബിയേ, ഒന്ന് നിങ്ങൾ വെള്ളത്തിന്റെ കളർ മാറ്റിയാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാണ്. ഏത്? നിങ്ങൾ വെള്ളത്തിന്റെ കളർ അങ്ങോട്ട് മാറ്റണം, അത് മാറ്റിയാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അവരങ്ങ് പറഞ്ഞപ്പോൾ അതാ മൂസാ നബി അലൈഹിസ്സലാം രണ്ട് കരങ്ങൾ റബ്ബിലേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് മൂസാ നബി ദുആ ചെയ്തു, അല്ലാഹ് അല്ലാഹ് അവർക്ക് ഇറങ്ങിയ ആ ബലാൽ മാറ്റണേ അല്ലാഹ്. മൂസാ നബി ദുആ ചെയ്തു. വെള്ളത്തിന്റെ കളർ അങ്ങോട്ട് മാറി. പക്ഷേ ആ വഞ്ചകർ മൂസാ നബി അലൈഹിസ്സലാമിനെ വഞ്ചിച്ചു. അവര് പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ തയ്യാറായില്ല. അവര് മൂസാ നബി അലൈഹിസ്സലാമിനെ ദുആയെല്ലാം ദ്വാരപ്പിച്ചുകൊണ്ട് അവരവസാനം വഞ്ചിച്ചു. മൂസാ നബി വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ മൂസാ നബി വിശ്വസിക്കാൻ പല ആൾക്കാരും മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ആമാൻ എന്ന ആഭ്യന്തര മന്ത്രി പറഞ്ഞു, നിങ്ങൾ ആരും മൂസാനെ കൊണ്ട് വിശ്വസിക്കണ്ട. എന്തേ? ആ മൂസാനെ കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ ഞാൻ ഒരു പദ്ധതി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്ത്? ഇതൊക്കെ ഈ ബലാൽ ഇറക്കിയത് ആരാണ്? മൂസാന്റെ അല്ലാഹ് അല്ലേ? പേമാരി ഉണ്ടാക്കിയത്, തവള, പേന്, വെള്ളം ചോപ്പ്, ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയത് മൂസാന്റെ പടച്ചോനാണ്. അതുകൊണ്ട് ഒരു വഴിയുണ്ട്. എന്ത്? നമുക്ക് മൂസാന്റെ അല്ലാഹനെ കൊല്ലാം. ഗുഡ് ഐഡിയ. നമുക്ക് മൂസാന്റെ അല്ലാഹനെ കൊല്ലാം. അതെങ്ങനെ ആമാൻ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് മൂസാന്റെ അല്ലാഹനെ കൊല്ലണം. എന്തേ? എങ്ങനെ കൊല്ലുന്നത്? അത് മൂസാന്റെ അല്ലാഹയുടെ മോൾ അല്ലേ? കാരണം മൂസ ചോദിക്കുന്ന അല്ലാഹ് ഇങ്ങനെ ആക്കണം, അല്ലാഹ് ഇങ്ങനെ ആക്കണം, അല്ലാഹ് സലാമത്താക്കണം, അല്ലാഹ് ചോദിക്കുന്ന മൂസ മേലോട്ട് നോക്കിയിട്ടാ. അതുകൊണ്ട് മൂസാന്റെ അല്ലാഹ് ഉള്ളത് മുകളിലാണ്. അതുകൊണ്ട് മൂസാന്റെ അല്ലാഹനെ കൊല്ലണം. അതിന് എന്ത് ചെയ്തു? അതാ അല്ലാഹുവിനെ കൊല്ലാൻ അവര് കണ്ടുപിടിച്ച ഐഡിയ ഇതാ, ശ്രദ്ധിച്ചോളൂ. അതുവിന്റെ ഇലാഹിനെ കൊന്നേ നമുക്കൊന്ന് ജീവിക്കാലോ സുഖത്താലെ യാദരേ. വസീറമാനൊരു യുക്തി ചൊല്ലി ഫറോവ അതിവഴി പറയാമോദിയേ. അതുവിന്റെ ഇലാഹിനെ കൊന്നേ നമുക്കൊന്ന് ജീവിക്കാലോ സുഖത്താലെ യാദരേ. വസീറമാനൊരു യുക്തി ചൊല്ലി ഫറോവ അതിവഴി ബലി പോലെ ഈനാരം കെട്ടെടുത്തേ ഉടൻ രാജരാജകളെ വിളിത്തേ ഉത്തരമിത് ജനമിത് കാണുന്നേ മീനാരത്തിൽ ഉത്തരമിൽ ഫിർഔനും കേറുന്നേ. ജീവിക്കാലോ സുഖത്താലെ രാജരേ. വസീറമാനൊരു യുക്തി ചൊല്ലി ഫറോവ അതിൻ വഴി പറയാമോദിയേ. ഒരേ വഴിയുള്ളൂ മൂസാന്റെ അല്ലാഹനെ കൊല്ലാൻ. അതെങ്ങനെ? അല്ലാഹ് ഉള്ളത് മുകളിലാണ്. അതുകൊണ്ട് വലിയൊരു മിനാരം കെട്ടിയുണ്ടാക്കാം. ആമാന്റെ ഓർഡറാണ്. വലിയൊരു മിനാരം കെട്ടിയുണ്ടാക്കി ആ മിനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് മൂസാന്റെ പടച്ചവനിക്ക് അമ്പയ്യാ. അങ്ങനെ അമ്പെയ്തിട്ട് മൂസാന്റെ പടച്ചവനെ കൊല്ലാം. ഗുഡ് ഐഡിയ. എല്ലാരും പാസാക്കി. എന്നിട്ട് ലക്ഷക്കണക്കിന് ദിനാർ ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ മിനാരം കെട്ടി ഉണ്ടാക്കി അല്ലാഹനെ കൊല്ലാൻ. അങ്ങനെ മിനാരം കെട്ടി ഉണ്ടാക്കി അതിന്റെ പണിയെല്ലാം പൂർത്തിയാക്കി ഫിർഔൻ മന്ത്രിയാകുന്ന ആമാനെയും കൂട്ടി അമ്പും വില്ലുമായി ആ മിനാരത്തിന്റെ മുകളിൽ അങ്ങോട്ട് കയറി അല്ലാഹനെ കൊല്ലാൻ. അങ്ങനെ കയറിയിട്ട് ജനലക്ഷങ്ങളെ വിളിച്ചു കൂട്ടി അല്ലാഹനെ കൊല്ലുന്നത് കാണാൻ. എന്ന് മൂസാന്റെ ശല്യം തീരുമല്ലോ. മൂസാന്റെ ദുആ എല്ലാം ഫലിക്കില്ല. അങ്ങനെ പടച്ചവനെ കൊല്ലണം. അങ്ങനെ മിനാര മുകളിൽ അങ്ങോട്ട് അവരങ്ങോട്ട് കയറിയിട്ട് മൂസാന്റെ അല്ലാഹ്ക്ക് നേരെ ഇതാ പിടിച്ചോ മൂസാന്റെ അല്ലാഹ്.
അമ്പളക്കി അള്ളാനെ കൊല്ലാൻ. അങ്ങനെ അമ്പ ചെയ്തപ്പോ മുകളിൽ വെച്ചൊരു അമ്പ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പിടിച്ചു. എന്നിട്ടോ ആ അമ്പിന്റെ കൊടിയിലേക്ക് ചോര വരട്ടി താഴേക്ക് ഇട്ടു. ജിബ്രീൽ അമ്പ് പിടിച്ചിട്ട് അതിൽ ചോര വരട്ടിയിട്ട് അമ്പ് താഴേക്ക് ഇട്ടു. നോക്കുമ്പോ അമ്പിന്റെ കൊടിയിൽ ചോര. മൂസാന്റെ അല്ലാഹ് ക്ലോസ്. മൂസാന്റെ അള്ളാന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, പേമാരി ഇറക്കാനില്ല, അക്രമഴിച്ചു വിടാനില്ല, ഞങ്ങൾ നശിപ്പിക്കാനില്ല എന്ന് മനസ്സിലാക്കിയ അധികാരികൾ മൂസാ നബിയുടെ ഉമ്മത്തികൾക്ക് നേരെ, ബനി ഇസ്രായേലിയർക്ക് നേരെ ക്രൂരമായ മർദ്ദനം അഴിച്ചു വിട്ടു. അല്ലാഹ് അങ്ങാടിയിൽ പോകാൻ സമ്മതിച്ചില്ല, റോഡിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല. ക്രൂരമായ മർദ്ദനങ്ങൾ ആ സമുദായത്തിനു നേരെ ആ അധികാരികൾ അഴിച്ചു വിട്ടു. ഉമ്മത്തികൾ വന്നിട്ട് മൂസാ നബിയോട് പരാതി പറഞ്ഞു, നബിയെ സഹിക്കാൻ കഴിയുന്നില്ല, നബിയെ സഹിക്കാൻ കഴിയുന്നില്ല. മഹാനായ പ്രവാചകർ ആശ്വസിപ്പിച്ചു, ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു. എത്ര ക്ഷമിക്കും? ക്ഷമക്കുമുണ്ടല്ലോ ഒരു പരിധി. അവർ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവസാനം പറഞ്ഞു, മൂസാ നബിയെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഇറങ്ങി നടക്കാൻ സമ്മതിക്കുന്നില്ല, പെണ്ണുങ്ങളെ വല്ലാണ്ട് ആക്രമിക്കുന്നുണ്ട്, എന്ത് ചെയ്യും നബിയെ എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ അങ്ങ് പരാതി പറഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി, ഇതുവരെ നിങ്ങൾ ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞ മൂസ അതാ റബ്ബിലേക്ക് കൈയുയർത്തുന്നു. അല്ലാഹ് മൂസാ നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹ് നീ കാവലാകണം, അല്ലാഹ് ഈ സമുദായത്തെ സംരക്ഷിക്കണം, അല്ലാഹ് ഒരുപാട് മർദ്ദനങ്ങൾ ഈ സമുദായം ഏറ്റു, ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ, നീ രക്ഷിക്കണേ തമ്പുരാനെ, നിന്റെ സഹായമല്ലാതെ പ്രതീക്ഷ ഞങ്ങൾക്കില്ല, അല്ലാഹ് ഞങ്ങളെ സഹായിക്കണേ, അല്ലാഹ്. മൂസാ നബി ദുആ ചെയ്തു, ഉമ്മത്തികൾ ആമീൻ പറഞ്ഞു. അല്ലാഹു ദുആയെ സ്വീകരിച്ചു. അതാ വരുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു മഹാനായ മൂസാ നബിയോട് പറയുന്നു, മൂസാ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, നിങ്ങളെ ഉമ്മത്തികളെയും കൂട്ടിയിട്ട് കയ്യിൽ കിട്ടുന്ന സ്വത്തുമായിട്ട് നിങ്ങൾ മിസ്ർ വിട്ടുകൊണ്ട് പോകണം. മിസ്ർ വിട്ടുകൊണ്ട് നിങ്ങൾ പോകണം. ഈ ക്രൂരമായ അക്രമിയെ അല്ലാഹു പിടിച്ചു കെട്ടാൻ വേണ്ടി പോകുക, നിങ്ങൾ പോകണം. അന്ന് ആ സമയത്ത് ആണും പെണ്ണും ചെറുതും വലുതുമായി 6 ലക്ഷം ഉമ്മത്തികൾ മൂസാ നബിക്കുണ്ട്. ഇത്രമാത്രം മർദ്ദനങ്ങളും അക്രമങ്ങളും ഉണ്ടായിട്ട് പോലും 6 ലക്ഷത്തോളം മുഹമ്മദികൾ ഉമ്മത്തികൾ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട്. മൂസാ നബിയുടെ അല്ലാഹുവിന്റെ കൽപ്പന, മൂസാ നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തികളെയും കൂട്ടിയിട്ട് കയ്യിൽ കിട്ടുന്ന മധുരമായിട്ട് ഇറങ്ങി പോകണം. എവിടെ റബ്ബേ ഞാൻ പോകേണ്ടത്? അല്ലാഹുവിന്റെ ഓർഡർ, മൂസാ നിങ്ങൾ മിസ്ർ വിട്ടുകൊണ്ട് ഷാമിൽ പോകണം. അല്ലാഹുവിന്റെ ഓർഡർ. ഷാമിൽ പോകുമ്പോൾ ഉമ്മത്തികളെ മുഴുവനും കൂട്ടിക്കൊള്ളണം, ആണ് പെണ്ണ് ഒരാളും വെച്ചക്കണ്ട, എല്ലാരും കൂട്ടി പോകണം. അല്ലാഹുവിന്റെ ഓർഡർ. അങ്ങനെ മഹാനായ മൂസാ നബി എല്ലാവരോടും കാര്യം പറഞ്ഞു, ഉമ്മത്തികൾ നമുക്ക് പോകാൻ റബ്ബിന്റെ കൽപ്പനയുണ്ട്, നിങ്ങൾ നിങ്ങളെ കയ്യിൽ കിട്ടിയ സ്വത്തുമായിട്ട് നിങ്ങൾ വരൂ, നമുക്ക് പോകാം, ഇവിടെ വിട്ടു പോകണം. അല്ലാഹുവിന്റെ ഓർഡർ, ഇവിടെ വിട്ടുകൊണ്ട് പോകണം. അങ്ങനെ മഹാനായ മൂസയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, ആ പ്രവാചകന്റെ ഓർഡർ അനുസരിച്ചുകൊണ്ട് ഉമ്മത്തികളെല്ലാം ഒരുമിച്ച് കൂടി. എല്ലാവരും 6 ലക്ഷം ഉമ്മത്തികൾ, ആണ് പെണ്ണ് ചെറുത് വന്ന് ഒരു മൈതാനിയിൽ കൂടി ആടന്ന് ഷാമിലേക്ക് പോയ. അങ്ങനെ സുബ്ഹാനല്ലാഹ് രാത്രി 9 മണിക്ക് ഈ 6 ലക്ഷം ഉമ്മത്തികൾ മിസ്ർ വിട്ടുകൊണ്ട് പോവുകയാ. അങ്ങനെ പോയി ഒരു 2-2:30 മണിയാകുമ്പോ എത്തിയത് പുറപ്പെട്ട അതേ സ്ഥലത്തേക്ക്. ഇത്ര മണിക്കൂർ 9:30 മണിക്ക് ആരംഭിച്ച യാത്ര 2 മണിയാകുമ്പോ എത്തിയെടുക്കുന്നറിയോ? പുറപ്പെട്ട അതേ സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങിയിട്ട് വന്നിട്ട് ആ പുറപ്പെട്ട പിടുത്തം കിട്ടുന്നില്ല, എന്ത് സംഭവം അറിയുന്നില്ല. അപ്പൊ മൂസാ നബിന്റെ ഉമ്മത്തികളിൽപ്പെട്ട മറിയം എന്ന് പറയുന്ന ഒരു ഉമ്മ, വയസ്സുള്ള ഒരു ഉമ്മ. ആ ഉമ്മ പറഞ്ഞു, പണ്ട് യൂസഫ് നബി അലൈഹിസ്സലാം വഫാത്താകുമ്പോൾ വസിയത്ത് പറഞ്ഞോലോ, എന്ത് ബനി ഇസ്രായേൽക്കാർ മിസ്ർ വിട്ടുകൊണ്ട് പോകുമ്പോ എന്നെ കൊണ്ടുപോകാതെ പോകരുത് എന്ന് പണ്ട് യൂസഫ് നബി വസിയത്ത് പറഞ്ഞു എന്ന് ഈ ഉമ്മ പറഞ്ഞപ്പോ യൂസഫ് നബിന്റെ മയ്യത്ത് അന്ന് നൈൽ നദിയിൽ
ഒരു പെട്ടിയിലാക്കിയിട്ടായിരുന്നു അടക്കം ചെയ്തിരുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ മയ്യത്തെടുക്കാൻ വേണ്ടി സമൂഹത്തിന്റെ അനുയായികളെ പറഞ്ഞയച്ചു. അവർ പോകുമ്പോൾ ആ മയ്യത്ത് ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് കണ്ടിരുന്നു. അങ്ങനെ ആ മയ്യത്ത് എടുത്തുകൊണ്ട് വീണ്ടും വന്ന് വീണ്ടും യാത്രയായി. അങ്ങനെ യാത്രയായി പോയി ഇത് ആരറിഞ്ഞു? ഫിർഔൻ അറിഞ്ഞു മൂസയും അനുയായികളും നാട് വിട്ടു പോകുന്നുണ്ട് പോലോ എന്ന് അറിഞ്ഞ ഫിർഔൻ 10,000-കണക്കിന് പട്ടാളക്കാരുമായിട്ട് അതാ ബാക്കിൽ നിന്ന് വരുന്നു. മൂസാ നബിയും അനുയായികളും 6 ലക്ഷം ഉമ്മത്തികളും അതാ വിട്ടുകൊണ്ടു പോവുകയാണ്. അങ്ങനെ വിട്ടുകൊണ്ടു പോകുമ്പോൾ അതാ ഫിർഔനും 10,000-കണക്കിന് പട്ടാളങ്ങളും അതാ പുറപ്പെട്ടുകൊണ്ട് അതാ വരികയാണ്. ആ ഭാഗം ശ്രദ്ധിച്ചോളോ. 10,000 അമ്പുകൾ ഒത്തൊരു രാജൻ ഫറോവ മികമായ സൈഫുകളും ശരമേറിയാലും വില്ലുകളും പലവിധ സർവായുധമേന്തിയ പടയടയായി 10,000 അമ്പുകളുകളൊരു രാജൻ ഫറോവ മികമായ സൈഫുകളോ ശരമരിയാൻ വില്ലുകളോ ഉനകൂർത്ത അമ്പുകളും പലവിധ സർവായുധമേന്തിയ പടയട ശീതം കുതികുതിടലാ. മൂസാ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും പിടിക്കുവാൻ വേണ്ടി 10,000-കണക്കിന് പട്ടാളങ്ങൾ അമ്പും വാളും കുന്തവുമേന്തിക്കൊണ്ട് വേക്കിലങ്ങ് പുറപ്പെട്ടു. മൂസാ നബി ഉമ്മത്തികളും അതാ ഷാമിലേക്ക് പോകുന്നു. അവര് പോയി എത്തിയത് ഒരു ചെങ്കടൽ കരയിലേക്കാണ് അവരെത്തിയത്. അപ്പുറത്ത് കടല്, ഇപ്പുറത്ത് 10,000-കണക്കിന് ഫിറൗന്റെ പട്ടാളം ബാക്കിലാണ്. മുമ്പിൽ അതാ ചെങ്കടലിലാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യും അല്ലാഹ്? ഈ ചെങ്കടലിലേക്ക് ചാടിയിട്ട് മരിക്കുകയാണോ, അല്ലെങ്കിൽ ആ കിങ്കരന്മാരുമായി ഏറ്റുമുട്ടിയിട്ട് മരിക്കുകയാണോ റബ്ബേ ഞങ്ങൾ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം അല്ലാഹ്? ബേക്കിൽ ഫിറൗന്റെ പട്ടാളം ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് വരുന്നു. മുമ്പിൽ ചെങ്കടൽ. എന്ത് ചെയ്യണം അല്ലാഹ്? അപ്പോഴേക്കാണ് അല്ലാഹുവിന്റെ കൽപ്പന, മൂസ നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് ആ ചെങ്കടലിലേക്ക് അടിക്കൂ. മൂസാ നബി അലൈഹിസ്സലാം ബിസ്മി ഉരത്തിട്ട് ആ വടി കൊണ്ട് ചെങ്കടലിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരടി അങ്ങോട്ട് കൊടുത്തു. ചെങ്കടൽ പിളർന്നു. എന്നിട്ടോ വെള്ളങ്ങൾ 2 മതിൽ പോലെ കെട്ടി നിന്നു. 47 പോലെ ഒരു സുന്ദരമായ റോഡ് അല്ലാഹു തആല തുറന്നു കൊടുത്തു ആ ചെങ്കടലിൽ കൂടി. ആദ്യം മഹാനായ ഹാറൂൻ നബി അങ്ങോട്ട് ഇറക്കി കടലിലേക്ക്. വേക്കില് തന്റെ 6 ലക്ഷത്തോളം വരുന്ന ആണും പെണ്ണുമായ ഉമ്മത്തികളെ കടലിലേക്ക് ഇറക്കി. വേക്കില് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് ഇറങ്ങി. ആദ്യം ഹാറൂൻ നബി, ഇടയിൽ 6 ലക്ഷം ഉമ്മത്തികള്, വേക്കില് മൂസാ നബി അലൈഹിസ്സലാം. ഇങ്ങനെ ആ ചെങ്കടലിൽ കൂടി, ആ കടൽ കൂടി കുഴിക്കപ്പെട്ട റോഡിൽ കൂടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും ഇങ്ങനെ മന്ദമായിട്ട് നീങ്ങുകയാണ്. തക്ബീർ ധ്വനികളോടുകൂടെ ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ബദറിൽ വിളിച്ച അതേ വാക്യമാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വിളിച്ചത്. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ആ വലിയവനായ അല്ലാഹുവിന്റെ നാമത്താൽ ഞങ്ങളിതാ പോകുന്നു റബ്ബേ, നീ സഹായിക്കണേ എന്ന് പറഞ്ഞ് മൂസാ നബിയും ഹാറൂൻ നബിയും 6 ലക്ഷം ഉമ്മത്തികളും ആ ചെങ്കടൽ കൂടെ മുട്ടിക്കടന്നു. അപ്പോഴേക്കാണ് ഫിർഔനും 10,000-കണക്കിന് പട്ടാളക്കാരും വന്ന് നോക്കുമ്പോൾ മുമ്പിൽ ചെങ്കടൽ എന്ന് മാത്രമല്ല, ആ ചെങ്കടൽ വിശാലമായ ഒരു റോഡ്. ആ റോഡിൽ കൂടി മൂസയും അനുയായികളും പോകുന്നു. ഇത് കണ്ട ഫിർഔൻ ആ ചെങ്കടലിലേക്ക് ഇറങ്ങാൻ അങ്ങ് ശ്രമിച്ചു. ഇറങ്ങാൻ നോക്കിയപ്പോൾ ആമാൻ പറഞ്ഞു, ഇറങ്ങിയിരണ്ട, എന്റെ അത് ജാദുവാണ്, അത് കൺകെട്ടാണ്, അതുകൊണ്ട് ഇറങ്ങണ്ട. ഫിർഔൻ ഇറങ്ങിയില്ല.
അപ്പക്കാണ് ഒരു അത്ഭുതം. എന്താണെന്നറിയോ? നല്ല ചന്ത ഉള്ള ഒരു കുതിര, പെണ്ണു കുതിര. ഫിറോവിന്റെ കുട്ടൻ കുതിരയല്ലേ, ആമാന്റെ കുട്ടൻ കുതിരയല്ലേ, ചീഫ് കമാൻഡർ കുട്ടൻ കുതിരയല്ലേ. അപ്പോഴേക്കാണ് നല്ല ചന്ത ഉള്ള ഒരു പെണ്ണു കുതിര ഏടുന്ന് വന്നറിയില്ല. ആ കടൽ, ആ റോട്ടിലേക്ക് ഇറങ്ങി. ഈ കടലിലുള്ള റോട്ടിലേക്ക് ഇറങ്ങി. ഈ ചന്തമുള്ള പെണ്ണു കുതിര ഇറങ്ങിയപ്പോ ഫിറഔന്റെ കുതിര ആണല്ലേ, അത് ഈ പെണ്ണിനെ കണ്ടപ്പോ ബേക്കുന്ന ഇങ്ങനെ ഊസിക്കൊണ്ട് ഫിറഔന്റെ കുതിര അങ്ങോട്ട് ഇറങ്ങി. ഫിറഔന്റെ കുതിര ഇറങ്ങിയപ്പോ ആഭ്യന്തരമന്ത്രിയുടെ കുതിര അങ്ങോട്ട് ഇറങ്ങി. ആഭ്യന്തരമന്ത്രിയുടെ കുതിര അങ്ങോട്ട് ഇറങ്ങിയപ്പോ ചീഫ് കമാൻഡർ കുതിര അങ്ങോട്ട് ഇറങ്ങി. ചീഫ് കമാൻഡർ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ 10,000-കണക്കിന് പട്ടാളക്കാർ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ചെങ്കടലിലേക്ക് അവരങ്ങോട്ട് എത്തി. മധ്യത്തിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു തആലയുടെ കൽപ്പന, ഓ ചെങ്കടലേ, നീ പൂർവ്വസ്ഥിതിയിലേക്ക് ആയിക്കൊള്ളുക. അങ്ങനെ ഫിറഔനും കിങ്കരന്മാരും ആ ചെങ്കടൽ മധ്യത്തിലേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ കൽപ്പന പോലെ ആ ചെങ്കടലാകുന്ന റോഡ് അതെല്ലാം മായ്ച്ചുകൊണ്ട് ആ കടൽ ഫിർഔനും കിങ്കരന്മാരും അതാ കടലിൽ വെച്ചുകൊണ്ട് താഴുന്നു, പൊന്തുകയാണ്. ഫിർഔൻ വിളിച്ചു, മൂസേ, മൂസേ, രക്ഷിക്കണേ, മൂസേ, രക്ഷിക്കണേ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ, കഴിഞ്ഞുപോയി, സമയം കഴിഞ്ഞുപോയി. എനിക്കൊന്നും എന്നെ ചെയ്യാൻ കഴിയില്ല. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിന്നോട് പറഞ്ഞു, നീ അംഗീകരിക്കാൻ തയ്യാറായില്ല, എന്നെ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം അതാ ആ കടലിനപ്പുറത്തേക്ക് അങ്ങോട്ട് കയറി. ചെങ്കടൽ അങ്ങോട്ട് കയറി നോക്കുമ്പോ ഇവരിങ്ങനെ ചെങ്കടൽ ഇങ്ങനെ മുങ്ങുന്നു, താകുന്നു, മുങ്ങുന്നു, വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം അതാ എവിടേക്ക് പോയി എന്ന് കൂടി കേൾക്കുക. യാത്ര തുടർന്നല്ലോ ചേരില പ്രബോധനം ചെയ്തിടാൻ യാത്ര തുടർന്നല്ലോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും ഷാമിൽ ചെല്ലുകയാണ്. എന്നിട്ട് യൂസുഫ് നബിന്റെ മയ്യത്ത് മഹാനായ ബാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ മറകടക്കപ്പെട്ട അതേ ഷാമിന്റെ ഭാഗത്ത് മറകടക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും അവിടെ ജീവിക്കുകയാണ്. അങ്ങനെ ഫിർഔനും 10,000-കണക്കിന് കിങ്കരന്മാരും അവിടെ നശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് തന്റെ അനുയായികൾക്ക് ബനി ഇസ്രായേലിയർക്ക് അതാ മോചനം നൽകുകയാണ്. അധികാരിയായ ഫറോവയുടെ ഇന്നും കൈറോവിലുള്ള മ്യൂസിയത്തിൽ അവനെ കാണാം, ചരിത്രം പഠിപ്പിക്കുകയാണ്. അത്ഭുതം സംഭവിച്ച ആ ഫിർഔനിന്റെ അന്ത്യം ഇവിടെ സമാപിക്കുകയാണ്. കുറെ വാദങ്ങളൊക്കെ പ്രതിപാദിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, എങ്കിലും കഴിവിന്റെ പരമാവധി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഉണർത്തുന്നതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒരു വാക്ക്, 2 ദിവസമായി നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുന്നു, വേണ്ടതുപോലെ പരിചയപ്പെടാനും സംസാരിക്കാനും അവസരം കിട്ടിയിട്ടില്ല. എങ്കിലും പറയട്ടെ, നിങ്ങൾ വലിയ വലിയ ആൾക്കാര്, നേതാക്കന്മാര്, വയസ്സന്മാരൊക്കെ താഴെ, ഞാൻ മുകളിലുമാണ്. അത് അതിന്റെ സ്റ്റൈലായതുകൊണ്ടാണ്. അങ്ങനെ എന്റെ വാക്കിൽ നിന്നോ ഞങ്ങളെ പെരുമാറ്റത്തിൽ നിന്നോ ഞങ്ങളുടെ സ്വഭാവത്തിൽ നിന്നോ വല്ല പിഴവുകളും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളോ ഇഷ്ടമില്ലാത്ത സംസാരങ്ങളോ ഇഷ്ടമില്ലാത്ത പെരുമാറ്റങ്ങളോ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്നും ഞങ്ങൾക്ക് പൊറുക്കണമെന്നും ഞങ്ങളെ ഇഹപര വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നും ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ദുആയിലൊക്കെ നിങ്ങളും ഉണ്ടാകും എന്ന വസിയത്തോടുകൂടെ അപേക്ഷയോടുകൂടെ ഞങ്ങളുടെ കഥാപ്രസംഗം ഇവിടെ സമാപിക്കുകയാണ്.